Hello children, welcome to Brilliant Online Studies Division. ഇന്ന് നമ്മൾ JEE മെയിൻ നിലവാരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം ഏകദേശം ഒരു ബ്രാൻഡ് ന്യൂ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ലൈവിൻ്റെ അവസാനം വരെ നിങ്ങൾ വാച്ച് ചെയ്യുക. എന്താണെങ്കിലും ഈ വരുന്ന JEE മെയിൻ എക്സാമിന് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയം കളയാതെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. നോക്കൂ, glass capillary tube is of the shape of a truncated cone with an apex angle alpha so that its two ends have cross section of different radii. ഈ കാണുന്നതാണ് സംഭവം. ഇതൊരു ട്രങ്കേറ്റഡ് കോണിൻ്റെ ഷേപ്പിലുള്ള ഒരു കാപ്പിലറി ട്യൂബാണ്. ഇതിൻ്റെ റേഡിയസ് യൂണിഫോം അല്ല. when dipped in water vertically, water rises to a height h ഹൈറ്റിലേക്ക് വാട്ടർ റൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. where the radius of cross section is b. ഈ വാട്ടർ റേസ് ചെയ്ത ആ പോർഷനിലെ റേഡിയസ് ഓഫ് ക്രോസ് സെക്ഷൻ ബി ആണെന്ന് പറയുന്നുണ്ട്. if the surface tension of water is s, സർഫസ് ടെൻഷൻ ടി എന്നല്ല തന്നേക്കുന്നത്, എസ് എന്നാണ് തന്നേക്കുന്നത്. ഡെൻസിറ്റി റോ എന്ന് വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് കോണ്ടാക്ട് ആംഗിൾ വിത്ത് ഗ്ലാസ് ഈസ് തീറ്റ. കോണ്ടാക്ട് ആംഗിൾ വിത്ത് ഗ്ലാസ് സർഫസ് ഈസ് തീറ്റ എന്ന് തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് എച്ച് വിൽ ബി, എത്രമാത്രം ഹൈറ്റിലേക്ക് ഇത് റേസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. ഇതിന് ഷോർട്ട് കട്ടായിട്ടുള്ള ഫോർമുലയോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച ഫോർമുല ഒരു പക്ഷേ യൂണിഫോം ക്രോസ് സെക്ഷനുള്ള സിലിണ്ട്രിക്കൽ ട്യൂബിൻ്റെ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് അതേ അല്ല സംഭവം. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് നമുക്ക് ടാക്കിൾ ചെയ്യണം. ഞാൻ ഈ വാട്ടർ സർഫസിൻ്റെ പ്രഷർ എനിക്കറിയാമല്ലോ. അതെന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എക്സ്പോസ് ടു അറ്റ്മോസ്ഫിയർ, ദെയർഫോർ ദ പ്രഷർ ഈസ് P0. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരേ ലെവൽ, ഒരേ ഹൊറിസോണ്ടൽ ലെവലിലുള്ള എല്ലാ പോയിന്റിലും ഒരേ പ്രഷറാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിലെ പ്രഷറും P0 ആയിരിക്കും. അതുപോലെ ഈ മെനിസ്കസ് ഉണ്ടല്ലോ, മെനിസ്കസ് ദാറ്റ് ഓൾസോ എക്സ്പോസ് ടു അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ പോയിന്റിൽ ജസ്റ്റ് ഈ കോൺകേവ് സർഫസിലെ പ്രഷർ P0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ഇവിടുന്ന് പ്രഷറിൻ്റെ ഇക്വേഷൻ എഴുതി താഴേക്ക് വരുന്നു, P0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കോൺകേവ് മെനിസ്കസ്, ഈ മെനിസ്കസ് കോൺകേവ് ആണ് വെൻ വ്യൂഡ് ഫ്രം ടോപ്പ്. അപ്പോൾ ഈ കോൺകേവ് സൈഡിലെ പ്രഷർ P0 ആണ്. കോൺവെക്സ് സൈഡിലെ പ്രഷർ അതിനെ കഴിഞ്ഞ് 2T/R ലെസ് ആയിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ എഴുതുകയാണ് കോൺകേവ് സൈഡിലെ പ്രഷർ, ലെറ്റ് മീ യൂസ് അനദർ കളർ. കോൺകേവ് സൈഡിലെ പ്രഷർ P0, കോൺവെക്സ് സൈഡിലെ പ്രഷർ P0നെ കഴിഞ്ഞും 2T/R. ടി അല്ല കേട്ടോ, എസ് എന്ന് എഴുതണം. കാരണം എന്താ, സർഫസ് ടെൻഷൻ എസ് എന്നാണ് വന്നിട്ടുള്ളത്. ആർ എന്താണ്? ആർ ഈ മെനിസ്കസിൻ്റെ റേഡിയസ്. ഈ മെനിസ്കസിന് ഒരു റേഡിയസ് ഉണ്ടല്ലോ, ട്യൂബിൻ്റെ റേഡിയസ് അല്ല, മെനിസ്കസിൻ്റെ റേഡിയസ്. ഞാൻ ആ ട്യൂബ് മാത്രം സെപ്പറേറ്റ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് ആറ്, മെനിസ്കസിൻ്റെ റേഡിയസ്. ഓക്കെ, പിന്നെ അതാണ് ഈ പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ. ഏത് പോയിന്റിലെ? ഈ കോൺകേവ് സർഫസിൻ്റെ തൊട്ട് താഴെയുള്ള കോൺവെക്സ് സൈഡിലെ പ്രഷർ. ഇനിയും താഴേക്ക് വരിക, എച്ച് താഴേക്ക് വരുമ്പോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി പ്രഷർ ഇൻക്രീസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാ? എച്ച് റോ ജി. അപ്പം അതുകൂടെ ആഡ് ചെയ്യൂ ഇതിനോട്, പ്ലസ് എച്ച് റോ ജി. ഇത് ആണ് ഈ പോയിന്റിലെ പ്രഷർ. ഇപ്പം നിങ്ങൾ ഈ പോയിന്റിലെത്തി. ഈ പോയിന്റിലെ പ്രഷർ ഇൻഡിവിജ്വലി നിങ്ങൾക്കറിയാം P0 ആണെന്ന്. ഇക്വേറ്റ് വിത്ത് P0. കണ്ടോ, ഈ P0 രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പം എച്ചിനൊരു ഫോർമുല കിട്ടും. എച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദാറ്റ്? 2S ഡിവൈഡഡ് ബൈ ആറ് റോ ജി എന്ന് കിട്ടി. ആറെന്ന് പറയുന്നത് എന്തിൻ്റെ റേഡിയസ് ആണ്? ഈ മെനിസ്കസിൻ്റെ റേഡിയസ് ആണ്. അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വേരിയബിളാണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സംഭവം വെച്ചിട്ട് ആർ എഴുതാൻ പഠിക്കണം. അതിന് പക്ക ജോമെട്രി അപ്ലൈ ചെയ്യുക. ഇത് കണ്ടോ, ഈ ഭാഗം ഒന്ന് ഞാൻ സൂം ചെയ്ത് ഇവിടെ വരച്ചിട്ടുണ്ട്. നോക്കൂ ഇവിടെ. അപ്പോൾ ഈ ആറും ബിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. കണ്ടോ, ആറും ബിയും തമ്മിൽ. ആറിനെ ബിയുടെ ടൈമിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊന്നുമല്ല ചെയ്യുന്നത്. ഇതാ ഇവിടെ ഞാൻ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബൈ ജോമെട്രി നിങ്ങൾക്കറിയാം ഇതിൻ്റെ അപ്പെക്സ് ആംഗിൾ ആൽഫയാണ്, ഹാഫ് അപ്പെക്സ് ആംഗിൾ α/2 ആണ്. അങ്ങനെയാണ് ഇതും α/2 ആയിരിക്കണമല്ലോ, α/2. കാരണം ഈ രണ്ട് ലൈനുകൾ പാരൽ ലൈനാണ്, ഇത് ട്രാൻസ്വേഴ്സലാണ്. ഇത് α/2 ആണെങ്കിൽ ഇതും α/2 ആണ്. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് എത്രയാണെന്ന് ചോദിച്ചാൽ തീറ്റ പ്ലസ് α/2 ആണ്. അത് ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഇത് അതെത്രയാണ്? തീറ്റ പ്ലസ് α/2. ഇത് സിമ്പിൾ ജോമെട്രിയാണ്. എന്താ ജോമെട്രി എന്ന് ചോദിച്ചാൽ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിളും അവയുടെ പെർപെൻഡിക്കുലർ തമ്മിലുള്ള ആംഗിളും സെയിം ആയിരിക്കണം. ഇത്
വെർട്ടിക്കൽ ലൈനാണ്, ഇത് ഹൊറിസോണ്ടലാണ്. എന്ന് പറഞ്ഞാൽ ഈ ലൈന് പെർപെൻഡിക്കുലറാണ്, ഇത് ടാൻജൻഷ്യലാണ്, ഇത് റേഡിയലാണ്. അപ്പം ഈ രണ്ട് ലൈനുകളുടെ, ഞാൻ പറയുന്ന ഈ രണ്ട് ലൈനുകളുടെ പെർപെൻഡിക്കുലേഴ്സ് ആണ് ഈ രണ്ട് ലൈനുകൾ. അപ്പോൾ ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ടോട്ടൽ ആംഗിൾ എത്രയായിരുന്നു? θ+α/2. അത് തന്നെയായിരിക്കണം ഈ ആംഗിളും. അങ്ങനെയെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു റിലേഷൻ എഴുതാമല്ലോ. എന്താ റിലേഷൻ എന്ന് ചോദിച്ചാൽ B/R എന്ന് പറയുന്നത് എന്താ? B/R ഈസ് ഈക്വൽ ടു കോസ് തീറ്റയല്ല, θ+α/2 ആണ്. അങ്ങനെയെങ്കിൽ ആറിന് പകരം B/cos θ+α/2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ഇക്വേഷൻ എന്താണ്? ഈസ് ഈക്വൽ ടു 2s പിന്നെ കോസ് θ+α/2 മുകളിലോട്ട് പോവും, കോസ് θ+α/2 മുകളിലോട്ട് പോയി, ഡിവൈഡഡ് ബൈ ആറിന് നമ്മൾ ബി ഡിവൈഡഡ് ബൈ, ആ ഡിവൈഡ് ബൈയുടെ കോസാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ B/ρg ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇതാണ് ഫൈനൽ ആൻസർ കേട്ടോ. ഒന്നുമില്ല, പ്രഷർ ഇക്വേഷൻ മുകളിൽ നിന്ന് താഴേക്ക് എഴുതുക, ലിറ്റിൽ ജോമെട്രിയും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈസിലി യു ക്യാൻ ഗെറ്റ് ദി ആൻസർ. ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? 2s B/ρg cos θ+α/2. ഹിയർ ഇറ്റ് ഈസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കൺസിഡർ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E0I. ഈ ഇലക്ട്രിക് ഫീൽഡ് നോക്കിക്കേ, ഇതൊരു കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. നോട്ട് ദാറ്റ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡ്. കണ്ടോ, വേരിയബിൾ അല്ല. വേർ E0 ഈസ് കോൺസ്റ്റൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ അത് കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡാണെന്ന് പറഞ്ഞത്. ദ ഫ്ലക്സ് ത്രൂ ഷെയ്ഡഡ് റീജിയൻ, ഈ റീജിയനിൽ കൂടെയുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഫ്ലക്സ് ഓഫ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓഫ് കോഴ്സ് നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാമല്ലോ. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു E.ds E.ds dA എന്ന് ഞാൻ എഴുതാം കേട്ടോ. ഏരിയ വെക്റ്റർ ds എന്ന് എഴുതുന്നില്ല, dA E.dA അതിൻ്റെ ഇൻ്റഗ്രൽ ഓവർ ദ സർഫസ്. ഇതാണല്ലോ ഫ്ലക്സ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ ഇവിടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിനെ പുറത്തേക്ക് ഇട്ടിട്ട് ഈ ഡോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. dAനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഏരിയ അല്ലേ കിട്ടുന്നത്, ഏരിയ. അപ്പോൾ E.A എന്ന് എഴുതാം. എപ്പോഴാണ് E.A എന്ന് എഴുതാൻ പറ്റുക? ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ E.dAയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് E.A ആയിരിക്കും. ഓക്കെ, ഇനി ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, ഇതാ ഇവിടെ ഉണ്ട്. യുമായിട്ട് നമുക്കൊരു വിഷയമില്ല. പിന്നെ ഏരിയ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഏരിയ അല്ല, ഏരിയ വെക്റ്റർ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഈ രണ്ട് വെക്റ്റേഴ്സ് അറിയാമെങ്കിൽ, ഇഫ് യു നോ ടു വെക്റ്റേഴ്സ് ലൈക്ക് ദിസ്, ലുക്ക് ഹിയർ, ലെറ്റ് മീ ഡ്രോ ഹിയർ. രണ്ട് വെക്റ്റേഴ്സ് അറിയാമെങ്കിൽ, ഇതൊരു വെക്റ്റർ എ, ഇതൊരു വെക്റ്റർ ബി ആണെങ്കിൽ, ഈ രണ്ട് വെക്റ്റർ ഉണ്ടാക്കുന്ന പാരലോഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ, ഏരിയ വെക്റ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. നമുക്കറിയാം A×B എന്ന് പറഞ്ഞാൽ ഏരിയ വെക്റ്ററാണ് അല്ലേ. അതുപോലെ ഇവിടെയും രണ്ട് സൈഡുകൾ വെക്റ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, യു വിൽ ഗെറ്റ് ഏരിയ വെക്റ്റർ. എന്ന് പറഞ്ഞാൽ വാട്ട് ഐ മീൻ ഈസ് ദിസ്, ലിസൺ ഹിയർ, ട്രീറ്റ് ദിസ് ആസ് എ വെക്റ്റർ ആൻഡ് ട്രീറ്റ് ദിസ് സൈഡ് ഓൾസോ ആസ് എ വെക്റ്റർ, ദെൻ ടേക്ക് ക്രോസ് പ്രോഡക്റ്റ്, യു വിൽ ഗെറ്റ് ഏരിയ. അപ്പം ഇതെത്താണ്? ഈ വെക്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ 0I AJ. അപ്പോൾ ഈ വെക്റ്റർ AJ ആണ്, AJ. ഈ വെക്റ്റർ എന്താണ്? AI 0J AK എന്ന് പറഞ്ഞാൽ ഇത് AI + AK ആണ് വെക്റ്റർ. അപ്പോൾ ഈ വെക്റ്റർ കൊണ്ട് എനിക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ലെറ്റ് മീ ഫൈൻഡ് ഏരിയ. ലുക്ക് ഹിയർ, ഏരിയ വെക്റ്റർ ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് AJ ക്രോസ് AI + AK ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ദിസ്, ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ്. അപ്പം നിങ്ങൾക്കറിയാം ഏരിയ വെക്റ്റർ ഈസ് ഈക്വൽ ടു A × A A². J × I എന്ന് പറഞ്ഞാൽ -K ആണ്. A × A A² + A². J × K എന്ന് പറഞ്ഞാൽ I ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഏരിയ വെക്റ്റർ വി ഗോട്ട് വാട്ട് ഈസ് ദാറ്റ്? A²I - A²K എന്ന് കിട്ടി. ഇനിയും കൊണ്ട് A കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഫൈ കിട്ടും. ലെറ്റ് us go back to phi. Look here children, flux phi is equal to electric field dotted with the area vector. Electric field എന്തായിരുന്നു? E0I ആയിരുന്നു ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഡോട്ടഡ് വിത്ത് ഏരിയ വെക്റ്റർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, A²I - A²K. ഇത് രണ്ടും കൂടെ ഡോട്ട് ചെയ്യുകയാണെന്ന് നിങ്ങൾക്കറിയാം I.K 0 ആയി പോവും,
ഐ ഡോട്ട് ഐ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. E0 A square എന്ന് വരും. E0 A square. That is what the flux linked with this surface. That's the flux. E0 A square. Here it is. C ആണ് ആൻസർ. E0 A square. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ഫണ്ടമെൻ്റൽ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഏരിയ വെക്ടർ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയാം, ഫ്ലക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം. then it's easy. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നോക്കിക്കേ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ ഈസ് ഗിവൺ ബൈ. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഒരു ഇക്വേഷൻ. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുള്ള പൊട്ടൻഷ്യൽ ഏതാണെന്ന് ചോദിച്ചാൽ കൂളം പൊട്ടൻഷ്യലാണ്, ഇല്ലേ? ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ പൊട്ടൻഷ്യലാണ്, തന്നിട്ടുണ്ട്. V0 R0 ആർ കോൺസ്റ്റൻറ്റ്, ഇതും പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അസ്യൂമിങ് ബോർസ് മോഡൽ ടു ബി അപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബോർസ് മോഡൽ അപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ നിങ്ങൾ ഈ ബോർസ് മോഡൽ ഈസ് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ഈസ് അപ്ലിക്കബിൾ എന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റ് ഈസ് ഈക്വൽ ടു nh/2π. ഇത് അപ്ലിക്കബിൾ ആണെന്നാണ് പറഞ്ഞത്. ബോർസ് മോഡൽ ഈസ് അപ്ലിക്കബിൾ മീൻസ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലേ, അത് അപ്ലിക്കബിൾ ആണെന്നാണ് പറഞ്ഞത്. ഹൗ ഡസ് റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ബോർസ് ഓർബിറ്റ് വേരീസ് വിത്ത് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റേഡിയസും പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പറും തമ്മിൽ എന്താണ് ബന്ധമെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനാദ്യമേ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ പൊട്ടൻഷ്യലാ തന്നിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. കാരണം ഫോഴ്സ് എന്ന് പറയുന്നത്, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ്. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഫോർ ദാറ്റ് ലെറ്റ് മീ ഫസ്റ്റ് ഫൈൻഡ് പൊട്ടൻഷ്യൽ എനർജി യു. യു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ, ക്യൂ വി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ക്യൂ എന്നുള്ളത് ഇലക്ട്രോണാണ്. ഇ വി ഇതാ, ഈ ഇവിടെ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ V0 ln r/r0 ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാ. ln r മൈനസ് ln r0. ln a മൈനസ് ln b എന്ന് പറഞ്ഞാൽ ln a/b. ln a/bക്ക് വേറെ ഇങ്ങനെ എഴുതി. എന്തിനാണെന്ന് ചോദിച്ചാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എളുപ്പം കിട്ടും. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇനിയും ഇഫ് യു വാണ്ട് ദ കൺസർവേറ്റീവ് ഫോഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് വെക്ടർ, associated with this potential field, what is that? Minus du/dr, minus du/dr r vector. ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ബന്ധം. എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു, ലിസൺ ഹിയർ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഈ മൈനസ് സ്റ്റേസ് ദെയർ. ഈ V0 രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. ഈ V0 ഡിഫറൻഷിയേറ്റ് ln r നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/r. അപ്പോൾ 1/r. ln r0 ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0. പിന്നെ ഇവിടെ ഒരു r യൂണിറ്റ് വെക്ടർ r ഉണ്ട്. ഇതാണ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇതാണ് മാഗ്നിറ്റ്യൂഡ് കേട്ടോ. ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്. ഇത് കാണിക്കുന്ന ഡയറക്ഷനാണ്. ഫോഴ്സ് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദ ന്യൂക്ലിയസ്, ടുവേഴ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ദാറ്റ് മീൻസ് ഇറ്റ് വർക്ക്സ് ആസ് എ സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ സെൻട്രിപിറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. ലെറ്റ് us see. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? ഈ V0 ഡിവൈഡഡ് ബൈ r ഇക്വേറ്റ് ഇറ്റ് വിത്ത് സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r. ഇതിൽ നിന്ന് വെലോസിറ്റി എന്താണെന്ന് നോക്കി. r വെട്ടിപ്പോയി. സി വെലോസിറ്റി, ഇത് വെലോസിറ്റിയാണ് കേട്ടോ. v ഈസ് വെലോസിറ്റി, V0 ഈസ് സം കോൺസ്റ്റൻറ്റ്. v ഈസ് ഈക്വൽ ടു വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് റൂട്ട് ഈ V0/m. കണ്ടോ, വെലോസിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ വിച്ച് ഓർബിറ്റ് യു ആർ. വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. എന്ന് പറഞ്ഞാൽ ഈ പൊട്ടൻഷ്യലിൽ കറങ്ങുന്ന ഇങ്ങനൊരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ എല്ലാ ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ സ്പീഡ് കോൺസ്റ്റൻറ്റ് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞത്. സെയിം. ഈ ഫസ്റ്റ് ഓർബിറ്റിലെ സ്പീഡും സെക്കൻഡ് ഓർബിറ്റിലെയും തേർഡ് ഓർബിറ്റിലെ എല്ലാ സ്പീഡ് സെയിം ആയിരിക്കും. സ്പീഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് n. നിങ്ങളോട് ചോദിക്കുക ഹൗ ഡസ് സ്പീഡ് how is speed related to principal quantum number എന്ന് ചോദിച്ചാൽ you should say this one. What? Velocity is independent of principal quantum number. കണ്ടോ, velocity is a constant. പക്ഷേ നമ്മളോട് അതല്ല ചോദിച്ചേക്കുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് നോക്കിക്കേ. റേഡിയസ് എങ്ങനെ വേരി ചെയ്യുന്നു. അതിനാണ് ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ വാലിഡ് ആണെന്ന് പറയുന്നത്. therefore come to this. ഓക്കെ, nth ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻ്റ് എത്രയാ? mvn rn ഈസ് ഈക്വൽ ടു nh/2π. nh/2π. ഇവിടെ നിങ്ങൾ നോക്കിയേ, m അതുപോലെ എഴുതി. vn എൻ്റെ ഇവിടെയുണ്ട്, റൂട്ട് ഈ
V0 ഡിവൈഡഡ് ബൈ എം ആർ എൻ തന്നെ എഴുതി NH/2 പൈ. ഇവിടെ നോക്കിയേ എല്ലാം കോൺസ്റ്റൻറ്റാണ്. ഇതെല്ലാം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വാട്ട് ഐ ആം ഗോയിങ് ടു ഗെറ്റ് ഈസ് ആർ എൻ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സം കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. എൻ ഇൻറ്റു സം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ആർ എൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും വാട്ട് റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്. ആക്ച്വലി നമ്മുടെ കൂളം പൊട്ടൻഷ്യൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റേഡിയസ് ഓഫ് എൻഡ് ഓർബിറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു സ്ക്വയർ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആയിരുന്നു. ഓർമ്മയുണ്ടോ? കൂളം പൊട്ടൻഷ്യൽ ആണെങ്കിൽ. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ അല്ല. ഇവിടെ എന്താണ്? റേഡിയസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് വരും. അതുപോലെ കൂളം പൊട്ടൻഷ്യലിൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ എൻഡ് ഓർബിറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു എൻ ആയിരുന്നു. ഓർമ്മയുണ്ടോ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ പൊട്ടൻഷ്യൽ ഇൻ വിച്ച് ഇലക്ട്രോൺ റിവോൾവ്സ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ആർ എൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു എൻ. ഇവിടെയുണ്ട് ആൻസർ. ഇതാ ഇവിടെയുണ്ട്. ഒന്ന് നോക്കിക്കേ, ബോർഡിൽ എഴുതിയിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം കുട്ടികളെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഫോഴ്സ് കണ്ടുപിടിക്കുക. ദെൻ തിങ്സ് ആർ സ്ട്രേറ്റ് ഫോർവേഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എത്ര പേര് ലൈവിലുണ്ടോ എന്ന് നോക്കട്ടെ. ലെറ്റ് മീ സീ ഹൗ മെനി ഓഫ് യു ആർ അറ്റൻഡിങ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. Look, okay. Look here children. Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അറ്റ് t is equal to 0 ഫ്രം എ പോയിന്റ് P. ഇവിടെ നിന്ന് ഒരു പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്തു ഓൺ ദ ഗ്രൗണ്ട് വിത്ത് സ്പീഡ് V0. ദ സ്പീഡ് V0 at an angle 45. Find the magnitude and direction of angular moment of the particle about P at time t is equal to V0 by. About this point, about point of projection, നമുക്ക് എന്താ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കണം ഈ ടൈമിൽ. ഓക്കെ, ഇത് പല രീതിയിൽ ചെയ്യാം. സാധാരണ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആംഗുലാർ മൊമെൻറ്റം ഒന്ന് കേൾക്കുന്ന പാടെ നമ്മൾ എന്ത് എഴുതും? ആർ ക്രോസ് പി എന്ന് എഴുതും. ആർ ക്രോസ് പി, പി എന്ന് പറഞ്ഞാൽ എം ബി ആണ് അല്ലേ? എന്നിട്ട് ആർ കണ്ടുപിടിക്കും XI + YJ, ബി കണ്ടുപിടിക്കും VXI + V/J. അപ്പോൾ ഇവിടെ 2 ടൈം വരും, ഇവിടെ 2 ടൈം വരും. ക്രോസ് പ്രോഡക്റ്റ് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. It is a time consuming process. But I am not going to do like that. ഇതിനേക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. കാരണം ടോർക്ക് ഇതിൻ്റെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു dL/dt എന്ന് എഴുതി dt-നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് 2 സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ആംഗുലാർ മൊമെൻറ്റം കിട്ടും. That's what I am going to do. See here children. This is the easiest way of finding it. Listen here. What? Torque tau is equal to R cross F. R cross F. R എന്ന് പറഞ്ഞാൽ അറ്റ് സം ജനറൽ ടൈം ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടർ ലൈക്ക് ദിസ്. ലെറ്റ് മീ ഷോ യു ദാറ്റ്. ഞാൻ എന്താണ് ആർ എന്താണ് എഫ് എന്ന് ഞാൻ കാണിച്ചു തരാം. ആർ എന്ന് പറഞ്ഞാൽ ഇത്, എഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഇത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ദിസ് ഈസ് ആർ. ഓക്കെ, ദിസ് ഈസ് എഫ്, ആർ ക്രോസ് എഫ്. എഫ് എന്താണെന്നോ ആർ എന്താ? ആറിന് 2 കമ്പോണൻ്റ് ഉണ്ട്. എക്സ് ഉണ്ട്, XI + YJ. ലെറ്റ് മീ റൈറ്റ് ദാറ്റ് ദെൻ. Torque tau is equal to, instead of R, what can I write? XI + YJ. That is R. Cross എടുത്തു. ഇനി ഏതാണെന്ന് നോക്കി. എഫ് എന്ന് പറഞ്ഞാൽ mg ആണ്, ഡയറക്ഷൻ -j ആണ്. അപ്പോൾ mg -j, മൈനസ് ഇവിടെ ഇടാം, j. ഇതാണ് എഫ് കേട്ടോ. -mg j, ദാറ്റ് ഈസ് ദ ഫോഴ്സ്. ഇനി j ക്രോസ് j എന്തായി പോവും? j ക്രോസ് j സർവൈവ് ചെയ്യില്ല. I ക്രോസ് j സർവൈവ് ചെയ്യും. അപ്പോൾ ടോർക്ക് ടൗ ഈസ് ഈക്വൽ ടു mgx. I ക്രോസ് j k ആണ്. ഓക്കെ, I ക്രോസ് j k ആണ്. ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്, അപ്പം -k. ഇനി ഒരു കാര്യം കണ്ടുപിടിക്കണം, എക്സ് കണ്ടുപിടിക്കണം. mg കോൺസ്റ്റൻ്റ് ആണ്. എക്സ് ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് വേരി ചെയ്യും അല്ലേ? ആലോചിച്ച് നോക്കി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റ്, ഇനീഷ്യൽ വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ V0xt ആണ്. V0xt. UT എന്ന് നമ്മൾ UXT എന്ന് നമ്മൾ എഴുതിയല്ലേ? U ആണെങ്കിൽ ഇതിനെ UXT എന്ന് എഴുതിയില്ലേ എക്സ്? ഇപ്പോൾ V0 ആയതുകൊണ്ട് V0xt. ഇനി V0 എന്ന് പറഞ്ഞാൽ എന്താ? V0x എന്ന് പറഞ്ഞാൽ V0/√2 അല്ലേ? ആലോചിച്ച് നോക്കി. V0/√2 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന സാധനം നത്തിങ് ബട്ട് V0/√2 into t ആണ്. Let me substitute it there.
instead of what? Instead of x. അപ്പോൾ tau is equal to minus mg. x എന്താണ്? x is equal to v0 by root 2. t ഉണ്ട്, പിന്നെ ഒരു k ഉണ്ട്, k. Okay, try to understand. This is what tau, torque on the particle. ഇനി how is torque related to angular momentum? This is very easy. Torque tau is equal to dl by dt ആണെന്നറിയാം. dl by dt ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ടോർക്കിന് പകരം dl by dt എന്ന് എഴുതി ഞാൻ dt അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ dl മാത്രം നിൽക്കും. dl is equal to minus mg v0 by root 2. t ഉണ്ട്, പിന്നെ ഒരു dt ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് പോയ dt, പിന്നെ ഒരു k ഉണ്ട്, k. വേർ ഹാവ് ഐ ടു റൈറ്റ് k? ഇവിടെ ഞാൻ k യൂടെ എഴുതാം, k. ഓക്കെ, k. ഇനിയും ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡും. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നോക്കൂ, അറ്റ് ടൈംസ് 0 എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ഇവിടെയായിരുന്നു. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം 0 ആയിരുന്നു. ബിക്കോസ് യു ആർ computing angular momentum about this point. Particle was right there. Therefore, its angular momentum is 0. At this time, what time? V0 by g. ഈ ടൈം എടുക്കൂ, V0 by g. ആ ടൈമിൽ ആംഗുലാർ മൊമെൻറ്റം എൽ ആയിക്കോട്ടെ, എൽ. അപ്പോൾ ഡി എല്ലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇവിടെ എൽ എന്ന് കിട്ടും. എൽ ഈസ് ഈക്വൽ ടു മൈനസ് എം ജി v0 by root 2 t. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ബൈ 2 അല്ലേ? ആ ബൈ 2 കൂടെ ഞാനൊരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് എഴുതാം, ബൈ 2 ടി സ്ക്വയർ. ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ v0 സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ എന്ന് കിട്ടി. പിന്നെ ഒരു കെ ഉണ്ട്, ഐ ഹാവ് ടു റൈറ്റ് ദാറ്റ് കെ ഓൾസോ ഇസ് റിട്ടൺ. ഒന്നുമില്ല, ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയൊന്നും ചെയ്യാനൊന്നുമില്ല. ഇനി സിംപ്ലിഫൈ ചെയ്താൽ ആൻസറായി. ആംഗുലാർ മൊമെൻറ്റം എൽ ഈസ് ഈക്വൽ ടു വാട്ട് യു ഗെറ്റ്? മൈനസ് എം, ഒരു ജി പോയതാണേ, v0 ക്യൂബ് ഡിവൈഡഡ് ബൈ 2 root 2 g ഡയറക്ഷൻ മൈനസ് k. ആംഗുലാർ മൊമെൻറ്റം ഈസ് ഇൻ മൈനസ് k ഡയറക്ഷൻ. r ക്രോസ് p mb എന്നുള്ളത് യു വിൽ ഗെറ്റ് ഇൻ ടു ദ ബോട്ട്. ഇറ്റ് ഈസ് ഇൻ മൈനസ് k ഡയറക്ഷൻ. ഓക്കെ, ദിസ് ഈസ് ദ ആംഗുലാർ മൊമെൻറ്റം. ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ നിങ്ങളോട് ആംഗുലാർ മൊമെൻറ്റം ചോദിക്കുവാണെങ്കിൽ ഡു ഫൈൻഡ് ടോർക്ക്, then use this formula, tau is equal to dl by dt. Take dt that side, integrate, then you will get it. Simple it is. അല്ലാതെയും കണ്ടുപിടിക്കാൻ കേട്ടോ, കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആംഗുലാർ മൊമെൻറ്റം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ആംഗുലാർ മൊമെൻറ്റം എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്ന് പറഞ്ഞാൽ എം വി ആണ്. ഇത് വെച്ചിട്ടും കണ്ടുപിടിക്കാം. എം വി, ആറിനെ ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതുക, വി എനെ ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതേണ്ടി വരും. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഐ മീൻ ആ ക്രോസ് പ്രോഡക്റ്റ് എടുത്തിട്ട് കണ്ടുപിടിക്കാം. But it will be taking more time than what I did now. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് നോക്കിയേ, ഫ്രഷ്ലി പ്രിപ്പയർഡ് റേഡിയോ ആക്റ്റീവ് സോഴ്സ് ഓഫ് ഹാഫ് ലൈഫ് പീരീഡ് 2 hours എമിറ്റ്സ് റേഡിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി വിച്ച് ഈസ് 64 times പെർമിസിബിൾ ലെവൽ. എന്ന് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 0 അതിൻ്റെ ആക്ടിവിറ്റി 64 times കൂടുതലാണ്. പെർമിസിബിൾ ലെവലിനെ കഴിഞ്ഞാൽ 64 times കൂടുതലാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇല്ലേ? സേഫ് ലെവലിലേക്ക് എത്താൻ വി വിൽ ഹാവ് ടു വെയിറ്റ്. ഇത് മിനിമം ടൈം ആഫ്റ്റർ വിച്ച് ഇറ്റ് വുഡ് ബി പോസിബിൾ ടു വർക്ക് സേഫ്ലി വിത്ത് ദിസ് വൺ. സിമ്പിളാണിത്, നിങ്ങൾക്കറിയാം. ആക്ടിവിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാമല്ലോ. ആക്ടിവിറ്റി എ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ആക്ടിവിറ്റി A0 ആണെങ്കിൽ A0 e to the power minus lambda t. Like this, n is equal to n0 e to the power minus lambda t, same like that. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, t is equal to 0 ആക്ടിവിറ്റി എത്രയാണ്? ഫ്രഷ്ലി പ്രിപ്പയർഡ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ? t is equal to 0 കാര്യം പറഞ്ഞത്. t is equal to 0 e to the power 0 എന്ന് പറഞ്ഞാൽ 1 ആയിപ്പോയി. അതിൻ്റെ ആക്ടിവിറ്റി A0 ആണ്. t is equal to 0 ആക്ടിവിറ്റി A0 ആണ്. അത് പെർമിസിബിൾ ലെവലിനെ കഴിഞ്ഞു 64 മടങ്ങ് കൂടുതലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പെർമിസിബിൾ ആക്ടിവിറ്റി ലെവൽ എന്ന് പറയുന്നത് A0/64 അല്ലേ? ദാറ്റ് മീൻസ് വി വാണ്ട് എ ആക്ടിവിറ്റി ടു ബി A0 ഡിവൈഡഡ് ബൈ 64. ഇതാണ് നമുക്ക് വേണ്ടത്. വി വാണ്ട് ദിസ്. നമ്മുടെ ആക്ടിവിറ്റി ഇനീഷ്യൽ ആക്ടിവിറ്റിയുടെ 64 ആവണം. അതാണ് സേഫ് ലെവൽ എന്ന് പറയുന്നത്. ഇപ്പം എന്ത് ചെയ്യുക? എയുടെ സ്ഥാനത്ത് A0/64 എഴുതുക. 64 ഈസ് ഈക്വൽ ടു A0 e to the power minus lambda t. ഈ ടി ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. A0 രണ്ടിടത്തും വെട്ടിക്കഴിഞ്ഞാൽ 64 എന്ന് പറയുന്നത് 2 to the power 3, 8 8 64, 2 to the power 6 ആണ്. ഇത് മുകളിലോട്ട് പോകുമ്പോൾ 2 to the power എത്ര കിട്ടി?
2 to the power minus 6 equal to e to the power minus lambda t എന്ന് കിട്ടി. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. രണ്ട് സൈഡും ലോഗ് എടുക്കാൻ പോവാം, നാച്ചുറൽ ലോഗ് എടുക്കാൻ പോവാം. ഓക്കെ, ലെറ്റ് മീ കണ്ടിന്യൂ ഇറ്റ് ഹിയർ. നാച്ചുറൽ ലോഗ് എടുക്കുമ്പം ഇവിടെ വരുന്നത് എന്താ? -6 ln2 നാച്ചുറൽ ലോഗാണ് എടുത്തത്. എടുക്കുമ്പം ഇവിടെ വരുന്നത് എന്താ? നാച്ചുറൽ ലോഗ് എടുക്കുമ്പം മൈനസ് ലാംഡ ടി എന്ന് കിട്ടി. ഈ മൈനസ് ഇവിടുന്ന് വെട്ടിക്കളയാം. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം, ലാംഡയും ടി ഹാഫും തമ്മിൽ ബന്ധമുണ്ട്. ഡു യു റിമെമ്പർ ദിസ്? ലാംഡ ഈസ് ഈക്വൽ ടു ln2 ഡിവൈഡഡ് ബൈ ടി ഹാഫ്. ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ, എല്ലാവരും ഓർത്തിരിക്കേണ്ട റിലേഷനാണ്. ലാംഡ ഈസ് ഈക്വൽ ടു ln2 എന്ന് പറഞ്ഞാൽ 0.693 ഡിവൈഡഡ് ബൈ ടി. ഐ ഹോപ്പ് ദാറ്റ് യു നോ ദിസ്. അപ്പം ഞാൻ ഈ ലാംഡയ്ക്ക് ln2 ഡിവൈഡ് ബൈ ടി എന്ന് എഴുതാൻ പോവാം. -6 ln2 ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡയ്ക്ക് ln2 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ടി എന്ന് എഴുതി. എന്തിനാ എഴുതിയാൽ മനസ്സിലായോ? ln2 രണ്ടിടത്തുനിന്നും വെട്ടിപ്പോയി, മൈനസ് പോയി. അപ്പം നമുക്ക് 6 ഈസ് ഈക്വൽ ടു ടി ബൈ ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് എത്ര ടൈം ഹാഫ് ലൈഫ് പീരീഡ് വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ 6 ഹാഫ് ലൈഫ് പീരീഡ് വെയിറ്റ് ചെയ്യണം. ഒരു ഹാഫ് ലൈഫ് പീരീഡ് എത്രയാ? 2 hours ആണ്. അപ്പോൾ 6 ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? 12 hours വെയിറ്റ് ചെയ്യുക. 12 മണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി, ഇനീഷ്യൽ ആക്ടിവിറ്റിയുടെ 64 വിച്ച് ഈസ് സേഫ് ടു വർക്ക് വിത്ത്. ആ ആക്ടിവിറ്റിയിൽ യു ആർ സേഫ്, എൻ്റർലി സേഫ് ടു വർക്ക് ഇറ്റ് വിത്ത്. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. ഈ ഇക്വേഷൻ മറന്നു കളയരുത് കേട്ടോ. കോർണർ സ്റ്റോൺ ആണ്, ഈ ചാപ്റ്ററിൻ്റെ കോർണർ സ്റ്റോൺ ആണ്. ഏത്? ആറ്റം ന്യൂക്ലിയർ എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ അല്ലേ? ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്റർ, അതിൽ നിന്ന് വരുന്ന ഇക്വേഷനാണ്. ദാറ്റ് ഷുഡ് ബി നോൺ ടു യു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് അഡ്വാൻസ് ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, വളരെ സിമ്പിളാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കൂ. A spherical portion has been removed from a solid sphere having charge distribution uniformly in its volume as shown in the figure. Okay, there's a volume charge distribution. അത് പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അലോങ് ദ വോളിയം. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എം ടി സ്പേസ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു പോർഷൻ, ഒരു സ്പെറിക്കൽ പോർഷൻ എടുത്ത് കളഞ്ഞു. എങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് എത്ര? യൂണിഫോം ആണോ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? 0 ആണോ? യൂണിഫോം ആണോ? നോൺ യൂണിഫോം ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ആർബിട്രറി പോയിന്റ് എടുക്കുന്നു. ആർബിട്രറി പോയിന്റ് ഇതായിക്കോട്ടെ, ആർബിട്രറി പോയിന്റ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നിട്ട് ഈ പോയിന്റിനെ ഞാനൊരു കാര്യം ചെയ്യുന്നു, ഇത് ഒറിജിനലിൻ്റെ സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നു വിത്ത് എ വെക്ടർ. എന്നിട്ട് റിമൂവ്ഡ് പോർഷൻ്റെ സെൻറ്ററുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നു വിത്ത് അനദർ വെക്ടർ. ഈ വെക്ടറിനെ ഞാൻ R1 എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം കേട്ടോ. R1 എന്ന് ഞാൻ വിളിച്ചു, ഇതിനെ R2 എന്ന് ഞാൻ വിളിച്ചു. ഇനി ഒരു വെക്ടറൂടെ ഞാൻ വരയ്ക്കുകയാണ്. അതേതാണെന്ന് ചോദിച്ചാൽ, രണ്ട് സെൻറ്ററുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന വെക്ടർ. ഓക്കെ, രണ്ട് സെൻറ്ററുകളും, ഇതിൻ്റെ സെൻറ്ററും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു വെക്ടറൂടെ ഞാൻ വരയ്ക്കുകയാണ്. അതെനിക്ക് ആവശ്യമായിട്ട് വരുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി വരയ്ക്കുക. അതിനെ ഞാൻ R എന്നും വിളിക്കുന്നു. ഓക്കെ, ഈ വെക്ടറുകൾ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. നിങ്ങൾ R + R2 എന്ന് പറയുന്നത് R1 ആണ്. ആ റിലേഷൻ ഞാനിവിടെ എഴുതി വെക്കാം. സി ഹിയർ, ഞാൻ വരച്ചത് പ്രകാരം ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ പറയുന്നത് എന്താണ്? വെക്ടർ ആറും പ്ലസ് വെക്ടർ R2 കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വെക്ടർ R1 കിട്ടും. അല്ലെങ്കിൽ വെക്ടർ R, ദ വെക്ടർ കണക്റ്റിംഗ് ദ സെൻറ്റേഴ്സ് ഈസ് ഈക്വൽ ടു R1 - R2 ആണ്. ഇത് ഞാൻ വെറുതെ ഒന്ന് എഴുതി വെച്ചേക്കുക. ഇതിൻ്റെ ആവശ്യം വന്നാലോ? വരുമായിരിക്കും, നോക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ ആലോചിച്ചേ, ഇവിടെ ഇതിനെ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ചാർജ് ഇല്ല എന്നല്ലേ അർത്ഥം? ഇത് ഓൾറെഡി പോസിറ്റീവ് ചാർജ് ആണ്. അസ്യൂം ലൈക്ക് ദിസ്, ഓൾറെഡി ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആയിരുന്നു. അതിൽ നിന്ന് ആ പോസിറ്റീവ് ചാർജ് എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ചാർജ് ഇല്ല. അതിന് ഞാൻ ഇങ്ങനെ അസ്യൂം ചെയ്യാൻ പോവുക, പോസിറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ നെഗറ്റീവ് ചാർജിനെ, അതേ വോളിയം ഡെൻസിറ്റി ഉള്ള നെഗറ്റീവ് ചാർജിനെ എംബഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇങ്ങനെ ആലോചിക്കുക, ഓൾറെഡി അവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു, അതിനെ എടുത്ത് കളയുന്നതിന് പകരം നെഗറ്റീവ് ചാർജ് ഡംപ് ചെയ്തു എന്ന് ആലോചിക്കുക. അത് രണ്ടും ഒരേ എഫക്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു പോസിറ്റീവ്ലി ചാർജ് സ്പിയർ ഉണ്ട്, അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ നെഗറ്റീവ്ലി ചാർജ് ഡംപ് ചെയ്തു സച്ച് ദാറ്റ് ഇറ്റ് ഗോട്ട് ന്യൂട്രലൈസ്ഡ്. ന്യൂട്രലൈസ് ആവണമെങ്കിൽ ഇതിൻ്റെ വോളിയം ചാർജ് ഡെൻസിറ്റിയും ഈ നെഗറ്റീവ് ചാർജ് വോളിയം ചാർജ് ഡെൻസിറ്റിയും മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആയിരിക്കണം.
നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, ഓർമ്മയുണ്ടോയെന്ന് ഞാൻ നോക്കിയേ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റോ ഡിവൈഡഡ് ബൈ 3ε0 r. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിക്കുകയും ചെയ്യണം. വാട്ട് ഈസ് റോ? വോളിയം ചാർജ് ഡെൻസിറ്റി. അപ്പം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ, ഞാൻ ഈ കൺസിഡർ ചെയ്ത പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്, ഇതിൻ്റെ കോൺട്രിബ്യൂഷനും എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിൻ്റെ കോൺട്രിബ്യൂഷനും നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിലൂടെ വെക്ടറിൽ ആഡ് ചെയ്യണം, എന്നാലേ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടുള്ളൂ. ഉണ്ടെങ്കിൽ ലുക്ക് ഹിയർ, therefore I claim that electric field at the point is equal to electric field due to whole sphere which is positively charged plus electric field due to the other sphere which is negatively charged. രണ്ടൂടെ വെക്ടറിൽ ആഡ് ചെയ്യണം. അപ്പം ലെറ്റ് മീ റൈറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ചാർജ്, ഇതുകൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അവിടുത്തെ എത്രയാണ്? റോ, പോസിറ്റീവ് റോ ഡിവൈഡഡ് ബൈ 3ε0 r എന്ന് എഴുതരുത്. ഇത് എത്രയാണ്? R1, സെൻട്രലിൽ നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നത് R1 പ്ലസ്, ഇനിയും ശ്രദ്ധിക്കേണ്ടത്, ഇവിടുന്ന് നമ്മൾ ചാർജ് റിമൂവ് ചെയ്തു എന്ന് പറയുന്നതും നെഗറ്റീവ് ചാർജ് എംബഡ് ചെയ്തു എന്ന് പറയുന്നതും സെയിം അല്ലേ? അപ്പം അവിടെ നെഗറ്റീവ് റോ എംബഡ് ചെയ്തതായിട്ട് ഞാൻ ആലോചിച്ചു. നെഗറ്റീവ് റോ മൈനസ് റോ 3ε0. ഇനിയും ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന റേഡിയസ് വെക്റ്റർ R2. ഇനി നോക്കിക്കേ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു കോമൺ ആയിട്ടുള്ളത് നമുക്ക് പുറത്തിടാം. നോക്കിക്കേ, പിന്നെ കിട്ടുന്നത് R1 മൈനസ് R2 ആണ്. എന്താണ് ഈ R1 മൈനസ് R2? R1ഉം R2ഉം പോയിന്റ് ടു പോയിന്റ് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? പക്ഷേ R1 മൈനസ് R2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിനെ ജോയിൻ ചെയ്യുന്ന വെക്റ്റർ അല്ലേ? ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് വെക്റ്റർ R. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദാറ്റ്? റോ ഡിവൈഡഡ് ബൈ 3ε0 r എന്ന് വന്നു. R ഈസ് ദ വെക്റ്റർ കണക്റ്റിംഗ് ദ സെൻറ്റേഴ്സ്. R ഈസ് ദ വെക്റ്റർ കണക്റ്റിംഗ് ദ സെൻറ്റേഴ്സ് വിച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ് വെക്റ്റർ. അപ്പോൾ ഇതിൻ്റെ ഏത് പോയിന്റ് എടുത്താലും ഈ ആറിന് മാറ്റമില്ലല്ലോ. ആറിന് മാറ്റമില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം, മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും. ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ രണ്ടെണ്ണം ഇതിൻ്റെ സെൻറ്ററും കണക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഇല്ലേ, ഈ വെക്ടറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഏത് പോയിന്റ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഇൻ ദാറ്റ് ഡയറക്ഷൻ. അപ്പോൾ യൂണിഫോം ആയിരിക്കും. അങ്ങനെ ഉണ്ടോ എന്ന് നോക്കിയേ. സീറോ എവിടെയാണ്? നോൺ യൂണിഫോം. നോൺ സീറോ ആൻഡ് യൂണിഫോം, ദാറ്റ്സ് ആൻസർ. നോൺ സീറോ ആയിരിക്കും, യൂണിഫോം ആയിരിക്കും. നോൺ സീറോ ആൻഡ് യൂണിഫോം. ഇത് ബേസ് ചെയ്ത് അഡ്വാൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ കോൺസെപ്റ്റ് ബേസ് ചെയ്ത് 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. യു ക്യാൻ റിഫർ ഇറ്റ്. ഇറ്റ്സ് സിമ്പിൾ, വെരി സിമ്പിൾ. അതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ എനി വൺ ക്യാൻ ഡു ദ പ്രോബ്ലം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, in the given circuit a charge of positive 80 microcoulomb is given to the upper plate of 4 microfarad capacitor. ഇതിൻ്റെ അപ്പർ പ്ലേറ്റിൽ, ഈ കപ്പാസിറ്ററിൻ്റെ അപ്പർ പ്ലേറ്റിൽ 80 മൈക്രോകൂളം ചാർജ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ദെൻ സ്റ്റഡി സ്റ്റേറ്റ് ഓക്കെ, നോ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ട്. സ്റ്റഡി സ്റ്റേറ്റ് ആണ്. അപ്പോൾ ചാർജ് ഓൺ ദ അപ്പർ പ്ലേറ്റ് ഓഫ് 3 മൈക്രോഫാരഡ്. ഇതിൻ്റെ അപ്പർ പ്ലേറ്റിലെ ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങൾക്ക് കപ്പാസിറ്ററിൻ്റെ മിനിമം പ്രോപ്പർട്ടീസ് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പർ പ്ലേറ്റിൽ കൊടുത്തിരിക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 80 മൈക്രോകൂളം ആണെങ്കിൽ ലോവർ പ്ലേറ്റിൽ -80 ആയിരിക്കും, മൈക്രോകൂളം ആയിരിക്കും. ദാറ്റ് ഈസ് വെൽ നോൺ ഫാക്ട്. ഇനിയും ഈ കപ്പാസിറ്റർ ഉണ്ടല്ലോ, ഈ കപ്പാസിറ്ററിൻ്റെ അപ്പർ പ്ലേറ്റിലാണ് നമുക്ക് വേണ്ടത്. അത് Q ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഈ 2 മൈക്രോഫാരഡ് കപ്പാസിറ്ററിൻ്റെ അപ്പർ പ്ലേറ്റിൽ Q' ആണെന്നും വിചാരിച്ചു. ഇനി നിങ്ങൾ നോക്കിയേ, ഈ കപ്പാസിറ്ററിൻ്റെ ലോവർ പ്ലേറ്റും ഇതിൻ്റെ അപ്പർ പ്ലേറ്റും ബാറ്ററിയുമായിട്ട് കണക്ഷൻ ഇല്ലല്ലോ. നോക്കിയേ, ഫ്ലോട്ടിംഗ് പ്ലേറ്റ് നോക്കൂ. ഇത് കണ്ടോ, ഞാനൊന്ന് വരച്ച് കാണിക്കാം മനസ്സിലായില്ലെങ്കിൽ. ഈ കപ്പാസിറ്ററിൻ്റെ അപ്പർ പ്ലേറ്റും പിന്നെ ഇതിൻ്റെ അപ്പറും ഈ ഇത്രയും ഭാഗം നിങ്ങൾ നോക്കൂ. ഇത് ഫ്ലോട്ടിംഗ് പ്ലേറ്റ് അല്ലേ, ബാക്കിയുള്ളത് ഇങ്ങോട്ടുണ്ട്. ഇങ്ങോട്ടുണ്ട്, ഇങ്ങനെയാണുള്ളത്. ഇത് ഫ്ലോട്ടിംഗ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ബാറ്ററിയുമായിട്ട് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് ഈ 3 എണ്ണത്തിലെ ചാർജ് 0 ആയിരിക്കും. ചാർജിൻ്റെ സം എന്ന് പറഞ്ഞാൽ അതിൽ ചാർജ് ഉണ്ടാകുന്ന ഇൻഡക്ഷൻ മുഖേന ഉണ്ടാകുന്ന നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 0 അല്ലേ. അപ്പോൾ നമുക്ക് -80 + Q' ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. -80 + Q + Q' ഈസ് ഈക്വൽ ടു 0. ഒരു ഇക്വേഷനായി. ഒരെണ്ണം കൂടെ വേണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. Q ആണ് നമുക്ക് വേണ്ടത്. Q' നമുക്കറിയില്ല. ഒരു ഇക്വേഷൻ കൂടെ വേണമെങ്കിൽ വാട്ട് ടു ഡു? ഓക്കെ,
That's one equation. Fine. Okay. One more equation is possible. എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കപ്പാസിറ്ററും പാരലൽ അല്ലേ? ആലോചിച്ച് നോക്കിയേ. These two are parallel. No doubt at all. അപ്പോൾ ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഈക്വൽ ആയിരിക്കണം. Q ചാർജ് ഉണ്ട് 3 മൈക്രോഫാരഡ് ആണ് എൻ്റെ കപ്പാസിറ്റൻസ് എങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ Q/V ആണ്. Q/V. ഇവിടുത്തെ Q/V. Q/V അല്ല, Q/C. പൊട്ടൻഷ്യലെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോ പൊട്ടൻഷ്യൽ ഇക്വേറ്റ് ചെയ്യൂ. പൊട്ടൻഷ്യൽ ഞാൻ ഇക്വേറ്റ് ചെയ്യുക. Q/V. Q/C. C എന്ന് പറഞ്ഞാൽ 3 ആണ്. Q/3 it must be equal to ഇതിൻ്റെ പൊട്ടൻഷ്യൽ. വാട്ട് ഈസ് ദാറ്റ്? Q'/2. ഇതിൽ നിന്ന് ഞാൻ Q' എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഇവിടെ Q' എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി Q' ഈസ് ഈക്വൽ ടു 2Q/3 എന്ന് എഴുതാം. ദാറ്റ് ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. ഗോ ടു ദിസ് ക്വസ്റ്റ്യൻ ഇക്വേഷൻ, ഐ മീൻ ദിസ് സ്റ്റെപ്പ് അഗെയിൻ. 80 പ്ലസ് ഓൾറെഡി ഒരു Q ഉണ്ട്. Q' പകരം 2Q/3 എന്ന് എഴുതി ഈസ് ഈക്വൽ ടു 0. ഓക്കെ. നൗ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയൊന്നുമില്ല, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -3 × 8 = 240 പ്ലസ് 3Q പ്ലസ് 2Q ഈക്വൽ ടു 0. ഇത് 5Q. അപ്പോൾ Q ഈസ് ഈക്വൽ ടു, ഇത് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും, 240/5. 20-ൽ 4, പിന്നെ 40-ൽ 8. 48 മൈക്രോ കൂളം. 48 മൈക്രോ കൂളമാണ് ഇതിൻ്റെ അപ്പർ പ്ലേറ്റിലെ ചാർജ്. പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഓരോന്നിലെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ വേണമെങ്കിൽ Q' കണ്ടുപിടിക്കാം കേട്ടോ. യു ക്യാൻ ഇതിൽ നിന്ന് ഇത് കണ്ടോ, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Q' നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് 48 ആണെങ്കിൽ 80 അല്ലേ? 48 ആണെങ്കിൽ 32 ആയിരിക്കണം അത് അല്ലേ? അപ്പം ഓരോന്നും ഞാൻ എഴുതാൻ പോവുകയാണ്. നോക്കിക്കേ, ഇവിടുത്തെ ചാർജ് 32 ആയിരിക്കും. 32 മൈക്രോ കൂളം. ഇവിടുത്തെ 48. ഇതിൻ്റെ ലോവർ പ്ലേറ്റിലാണ് ചോദിച്ചതെങ്കിൽ -32 മൈക്രോ കൂളം. ഇതിൻ്റെ ലോവർ പ്ലേറ്റിലാണ് ചോദിച്ചെങ്കിൽ -48 മൈക്രോ കൂളം. ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 80 40 ആണെന്ന്. എവറിത്തിങ് ക്യാൻ ബി ഫൗണ്ട് ഫ്രം ദിസ് കോൺസെപ്റ്റ്. ഓക്കെ, അടുത്തയിലേക്ക് പോവാം. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ചെയ്തോ? ഇല്ല. ആൻസർ ഉണ്ടോ? ഉണ്ട്. ഇതാ ഇവിടെയുണ്ട്. അടുത്തയിലേക്ക് പോവുകയാണെങ്കിൽ എന്താന്ന് നോക്കി. ഇത് JEE അഡ്വാൻസും ചോദിച്ചിട്ടുണ്ട്, JEE മെയിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആണ്, ഈസിയാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിച്ചു, അതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. എ ലോങ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഈസ് ക്ലോസ്ലി വൗണ്ട് ആസ് എ സ്പൈറൽ ഓഫ് N turns. The spiral has inner radius A and outer radius B. Okay, inner outer തന്നിട്ടുണ്ട്. Spiral lies in XY plane. Okay, steady current I flows through it. അതെല്ലാം Z component of magnitude at the center. XY പ്ലെയിനിലാണെങ്കിൽ ഓഫ് കോഴ്സ് Z കമ്പോണൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിലെ മാഗ്നിറ്റ്യൂഡിന് Z കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. Z കമ്പോണൻറ്റ് എന്ന് പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ചോദിച്ചാണ്. നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഇത്രേ ഉള്ളൂ, വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ. ഇവിടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഓരോ വൈൻഡിങ്ങിൻ്റെയും റേഡിയസ് ഡിഫറൻറ്റാണ്. N നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ അറിയാം. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0 Ni, N എണ്ണം ഉണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 2 ടൈംസ് റേഡിയസ്. ഇതാണ്. പക്ഷേ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ R കോൺസ്റ്റൻ്റ് ആയിരിക്കണം, റേഡിയസ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം. ഇവിടെ റേഡിയസ് വേരി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതാ, നമ്മളൊരു ആർബിട്രറി ഡിസ്റ്റൻസ് ആറിലേക്ക് പോവുക. അവിടെ ഒരു DR തിക്നെസ് എടുക്കുക. ഇത് DR, ഇത് R. ഈ DR തിക്നെസ്സിൽ എത്ര ടേണുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക ആദ്യമേ. ആ നമ്പർ ഓഫ് ടേൺസിനെ ഞാൻ N എന്ന് വിളിക്കുന്നു. N അല്ല DN എന്ന് വിളിക്കാം. DN ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ DR സെപ്പറേഷൻ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? യൂണിറ്ററി മെത്തേഡ് അപ്ലൈ ചെയ്യുക. N ടേൺസ് ഉണ്ട്, അതുള്ളത് എത്ര ലെങ്തില്ല? B - A ഇല്ല. ഇവിടുന്ന് ഇവിടം വരെ B, ഇവിടുന്ന് ഇവിടം വരെ A. അതുകൊണ്ട് N/B-A. ഇതാണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. നിങ്ങളുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ DR ആണ്. അപ്പോൾ DR കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് ടേൺസ് കിട്ടി. ഇത്രയും ടേൺസ് ആണുള്ളത് DR സെപ്പറേഷനിൽ. ഇനി എന്ത് ചെയ്യണം? ഓക്കെ, ഒരു ടേൺ ഉണ്ടാക്കുന്ന ഫീൽഡ് ഓക്കെ, dB ഈക്വൽ ടു ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0I ഡിവൈഡഡ് ബൈ 2R.
ഇതാണ് ഒരു ടേൺ ഉണ്ടാക്കുന്നത്. R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു ടേൺ ഉണ്ടാക്കുന്നത് ഇത്രയാണ്. പക്ഷേ ഡി ആറിൽ എത്ര ടേൺ ഉണ്ടോ അത്രയും ടേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡി ബി കിട്ടുള്ളൂ. ഡി ആറിൽ എത്ര ടേൺ ഉണ്ട്? N ഡിവൈഡഡ് ബൈ B മൈനസ് A ഡി ആർ. ഇപ്പോഴാണ് നമുക്ക് ഇത്രയും ടേണുകൾ ഇതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് കിട്ടിയത്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. ബി വേണമെങ്കിൽ കോൺസ്റ്റൻ്റ് എല്ലാം പുറത്തേക്ക് ഇടാം. μ0 I ഡിവൈഡഡ് ബൈ 2B മൈനസ് A. ബാക്കിയുള്ളത് എന്താ? ഡി ആർ ബൈ ആർ ഇൻ്റഗ്രൽ ഫ്രം വെയർ ടു വെയർ, എ മുതൽ ബി വരെ. സിമ്പിൾ അല്ലേ? ലോഗ് ആർ എന്ന് വരും, ലോഗ് ബി മൈനസ് എ. അപ്പോൾ ഫീൽഡ് എത്ര കിട്ടി? μ0. ഇവിടെ ഒരു n മിസ് ചെയ്തു കേട്ടോ. ഞാൻ ഈ n മിസ് ചെയ്തു. ലെറ്റ് മീ റൈറ്റ് n ഓൾസോ. ഇത് n I μ0 n I. n ഞാൻ മിസ് ചെയ്തായിരുന്നു, അത് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 2B മൈനസ് എ. പിന്നെ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ln B ബൈ എ ഉണ്ടോ? μ0 n I B മൈനസ് ഇവിടെയുണ്ട്. ഇതൊന്ന് നോക്കി വെച്ചോ കേട്ടോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് നോക്കി വെച്ചോളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇത് എന്താണ്? ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്തതാണ്. ഓക്കെ, കണ്ടിന്യൂസ് പ്രോബ്ലംസ് ചെയ്യണ്ടല്ലോ, ഒരെണ്ണം തിയററ്റിക്കൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരെണ്ണം ഇടയ്ക്ക് കയറ്റിയതാണ്. നോക്കൂ, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി. ആൻ AC voltage source of variable angular frequency omega and fixed amplitude V0. ആംപ്ലിറ്റ്യൂഡ് ഫിക്സഡ് ആണ്, പക്ഷേ ഒമേഗ ക്യാൻ ബി വേരിഡ്. കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ കപ്പാസിറ്റർ സി ആൻഡ് ഇലക്ട്രിക് ബൾബ് ഓഫ് റെസിസ്റ്റൻസ് ആർ. അപ്പോൾ CR സർക്യൂട്ടാണ്, സി ഉണ്ട് ആറും ഉണ്ട്, ബൾബാണെന്നേ ഉള്ളൂ, ബൾബിന് റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. വെൻ ഒമേഗ ഈസ് വേരിഡ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, നിങ്ങളുടെ സർക്യൂട്ട് ഏതാണ്? ബൾബ് എന്ന് പറഞ്ഞാൽ ആറാണ്. ലെറ്റ് മീ റൈറ്റ്, ബൾബ് തന്നെ വരയ്ക്കാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ എന്താണ്? ഒരു കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്റർ അതിനെ ഒരു AC ആയിട്ട് കണക്ട് ചെയ്തു. AC-യുടെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, പീക്ക് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, ഒമേഗ വേരി ചെയ്യാം. അപ്പോൾ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്ത് സർക്യൂട്ടാണ്? സി ഉണ്ട്, ബൾബുണ്ട്, CR സർക്യൂട്ടാണ്. AC ത്രൂ CR സീരീസ് സർക്യൂട്ടാണ് സംഭവം. ഒമേഗ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഒമേഗയാണ് നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? ഒമേഗ ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഒമേഗ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ബൾബിൻ്റെ പ്രകാശം കൂടുവോ കുറയുവോ? ബൾബിൻ്റെ പ്രകാശം കൂടുവോ കുറയണമെന്ന് അറിയണമെങ്കിൽ കറണ്ടിന് എന്ത് സംഭവിച്ചു നോക്കാം. കറണ്ട് കൂടിയോ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കൂടും, കറണ്ട് കുറഞ്ഞോ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറയും. അപ്പോൾ ബ്രൈറ്റ്നസ് ഈസ് റിലേറ്റഡ് ടു ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ കറണ്ടിന് എന്താ സംഭവിച്ചതെന്ന് ആലോചിക്കുക. സർക്യൂട്ടിൽ കറണ്ടിന് എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ കുറച്ച് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആദ്യമേ എവിടെ തുടങ്ങാം? ഒമേഗയിൽ തുടങ്ങുക. ഒമേഗ കൂട്ടിയാൽ നോക്കൂ, ലോജിക്കായിട്ട് ആലോചിച്ചു. ഒമേഗ കൂട്ടുകയാണെങ്കിൽ XC കുറയും. എന്താണ് കാരണം? ലോജിക്ക് എന്താണ്? XC എന്ന് പറയുന്നത്, XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് 1 ഡിവൈഡഡ് ബൈ ഒമേഗ C, അല്ലെങ്കിൽ C ഒമേഗയല്ലേ. ഒമേഗ കൂട്ടി XC കുറഞ്ഞു. മനസ്സിലായോ? അതാണ് അതിന് ലോജിക്ക്. ഇനി XC കുറഞ്ഞാൽ ഇമ്പിഡൻസ് കുറയും. അതിൻ്റെ ലോജിക്ക് എന്താണ്? ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു √R² പ്ലസ് XC സ്ക്വയർ ആണ്. XC കുറഞ്ഞു, ആറിന് വ്യത്യാസമില്ല. നിങ്ങൾ ഒമേഗ വരി ചെയ്താലും ആറ് മാറില്ല കേട്ടോ. ആർ ഇസ് എ കോൺസ്റ്റൻറ്റ് 1. അപ്പോൾ XC കുറഞ്ഞു എന്നറിയാം, അതുകൊണ്ട് ഇമ്പിഡൻസ് കുറഞ്ഞു. അതാണ് ഈ ലോജിക്ക്. ഇനിയും ആലോചിക്കൂ, ഇമ്പിഡൻസ്. ഇനി കറണ്ടിന് എന്ത് സംഭവിക്കും? കറണ്ടിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് ഞാൻ ഇങ്ങോട്ട് മാറ്റാവേ. ലെറ്റ് മീ. ഓക്കെ, അപ്പോൾ കറണ്ടിന് എന്ത് സംഭവിക്കും? കറണ്ട് കൂടും. എന്തുകൊണ്ട് കറണ്ട് കൂടും? അതിൻ്റെ ലോജിക്ക് എന്ത്? കറണ്ട് I ഈസ് ഈക്വൽ ടു V ബൈ Z ആണ്. Z എന്താ സംഭവിച്ചത്? കുറഞ്ഞു. Z കുറയുമ്പോൾ കറണ്ട് കൂടുമല്ലേ ചെയ്യുന്നത്? നോക്കിക്ക്, Z കുറയുമ്പോൾ കറണ്ട് കൂടും. കറണ്ട് കൂടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂടി എന്ന് അർത്ഥം. ബ്രൈറ്റ്നസ് ഇൻക്രീസസ്. കറണ്ട് കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബ്രൈറ്റ്നസ് ഇൻക്രീസസ്. അങ്ങനെയുണ്ടോ? ഗ്ലോ ബ്രൈറ്റർ, ഹിയർ ഇറ്റ് ഈസ്. ഇനി ഇതിൽ പല രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഇത് ഇൻഡക്ടറാണ്, എന്ത് ചെയ്യണം? ഇൻഡക്ടർ ആണെങ്കിൽ ഒമേഗ കൂട്ടിയാൽ XL, ഒമേഗ കൂട്ടിയാൽ XL കൂടും, ഇമ്പിഡൻസ് കൂടും, കറണ്ട് കുറയും.
അപ്പോൾ ബ്രൈറ്റ്നസ് കുറയും. അതുപോലെ ഇതിൽ ഒരു ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ സി കൂടും ശരിയല്ലേ? സി ഒമേഗ മാറ്റിയില്ല. ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതേ റൂട്ടിൽ ചിന്തിച്ചാൽ മതി, ഒന്നും കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. തിങ്ക് അബൌട്ട് ദിസ് റൂട്ട് ആൻഡ് ഫൈൻഡ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയ കുട്ടികളെ, ഒന്ന് വായിക്കൂ. വായിക്കൂ. എ ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയൽ ഹാവിംഗ് വർക്ക് ഫംഗ്ഷൻ 50 ഈസ് ഇലുമിനേറ്റഡ് വിത്ത് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ. ഓക്കെ, ഗുഡ്. ലാംഡ ലെസ് ദാൻ HC മൈനസ് 50. വാട്ട്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ്? ലാംഡ ലെസ് ദാൻ HC മൈനസ് 50. HC മൈനസ് 50 എന്ന് പറഞ്ഞാൽ ലാംഡ 0 ആണ്. ത്രെഷോൾഡ് വേവ് ലെങ്ത് ആണ്. ത്രെഷോൾഡ് വേവ് ലെങ്തിനെ കഴിഞ്ഞും കുറവാണ് ഈ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വിൽ ഹാപ്പൻ. ഓക്കെ, വേവ് ലെങ്ത് ഷുഡ് ബി ലെസ് ദാൻ ത്രെഷോൾഡ് വേവ് ലെങ്ത് for the photoelectric effect, photoelectric process should take place. The fastest photoelectron has de Broglie wavelength lambda d. ഇവിടെ 2 ലാംഡയുണ്ട്, ശ്രദ്ധിക്കൂ. ഒരു ലാംഡ എന്താണെന്ന് ചോദിച്ചാൽ റേഡിയേഷൻ്റെ ലാംഡ, രണ്ടാമത്തെ എമിറ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ ഡി ബ്രോഗി വേവ് ലെങ്ത്. അപ്പോൾ ലാംഡ തമ്മിൽ കൺഫ്യൂസ് ആവരുത്. ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ഡെൽറ്റ ലാംഡ. നിങ്ങൾ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്തു, എത്ര? ഡെൽറ്റ ലാംഡ. അപ്പോൾ ഡീബ്രോയി വേവ് ലെങ്ത്, ഇലക്ട്രോണിൻ്റെ എമിറ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ ഡീബ്രോയി വേവ് ലെങ്തിൻ്റെ ചേഞ്ച് സംഭവിക്കും. ഓക്കെ, അത് ഡെൽറ്റ ലാംഡ ഡി ആണെങ്കിൽ ഇവിടെ റേഷ്യോ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ് us go to the fundamental level. നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, നോക്കൂ, കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ, മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ ഈസ് HC ഡിവൈഡഡ് ബൈ ലാംഡ മൈനസ് 50. ഈ ലാംഡ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ്റെ വേവ് ലെങ്ത്. ഈ കൈനറ്റിക് എനർജിയെ ഞാൻ p²/2 എന്ന് എഴുതാൻ പോവാം. ലെറ്റ് മീ റൈറ്റ്. ഈ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോണിനെ മൊമെൻറ്റം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ടൈംസ് മാസ്, ഇങ്ങനെ എഴുതാമല്ലോ. അങ്ങനെ എഴുതാൻ കാരണം മൊമെൻറ്റം എന്താണെന്ന് എനിക്കറിയാം. മൊമെൻറ്റവും ഡീബ്രോയി വേവ് ലെങ്തും തമ്മിൽ എന്താണ് ബന്ധം? മൊമെൻറ്റവും ഡീബ്രോയി വേവ് ലെങ്തും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാമെന്ന്, h/λ. P is equal to h/λ. That I am going to substitute here. ഓക്കെ, ലാംഡ എന്ന് എഴുതരുത്, ലാംഡ ഡി എന്ന് എഴുതണം. കാരണം ഇവിടെ വേറൊരു ലാംഡ ഓൾറെഡി സിറ്റിംഗ് ദെയർ. അതുകൊണ്ട് ഇതിനെ ലാംഡ ഡി എന്ന് എഴുതാം, ഡീബ്രോയി വേവ് ലെങ്ത്. അപ്പോൾ ഇതിന് p² എന്നുള്ളത് h² ഡിവൈഡഡ് ബൈ 2m. ലാംഡ എഴുതരുത്, ലാംഡ ഡി സ്ക്വയർ ഉണ്ട്, സ്ക്വയർ ചെയ്തു, ഈ സ്ക്വയർ ഉള്ളതുകൊണ്ട് HC/λ അതുപോലെ എഴുതി, HC/λ അതുപോലെ എഴുതി, 50 അതുപോലെ എഴുതി. ഇവിടെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, ഇവിടെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, ഇവിടെ മാത്രമേ ഇട്ടുള്ളൂ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഈ ലാംഡ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിനെന്താ സംഭവിച്ചതെന്നാണ് ചോദ്യം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇവിടെ ഏതാണ് വേരിയബിൾ? ലാംഡയാണ് വേരിയബിൾ. ഇത് ഈ ലാംഡയ്ക്ക് അനുസരിച്ച് ഇവിടെ വേരി ചെയ്യുന്നത് ഏതാ? മാസ് വേരി ചെയ്തല്ല, h² വേരി ചെയ്യില്ല, ഈ ലാംഡ മാറും. ഇത് മാറുമ്പോൾ ഇത് മാറും. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ ഇത്, ഇവിടുത്തെ വേരിയബിൾ ഇത്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്. h²/2m അതുപോലെ എഴുതി, h²/2m. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -2, സിമ്പിൾ -2 അല്ലേ? ഡെൽറ്റ ലാംഡ ഡി ഡിവൈഡഡ് ബൈ ലാംഡ സ്ക്വയർ ആണ്, അത് ലാംഡ ക്യൂബ് ആവും, ലാംഡ ഡി ക്യൂബ്. ഇതിൻ്റെ ഡിഫറൻസിയേഷൻ കഴിഞ്ഞു. ഇനി HC അവിടെയുണ്ട്, HC അതുപോലെ എഴുതി. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -1, അതും ഉണ്ട് മൈനസ്, പിന്നെ ലാംഡ സ്ക്വയർ. പിന്നെ ഒരു ഡെൽറ്റ ലാംഡയുണ്ട്, ഡെൽറ്റ ലാംഡ. ചെയിൻ റൂൾ വാട്ട് ഐ ആം അപ്ലൈങ് ഈസ് ചെയിൻ റൂൾ. ഡെൽറ്റ ലാംഡ. പിന്നെ 50 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആയിപ്പോയി. ഇനി റീഅറേഞ്ച് ചെയ്യുക. എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒരു h വെട്ടിക്കളയാം, 2mc. 2 ഇവിടുന്ന് പോയി, മൈനസ് പോയി, അപ്പോൾ ഇവിടെ mc. നമുക്ക് വേണ്ടത് എന്താ? ഡെൽറ്റ ലാംഡ ഡി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ലാംഡ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ബാക്കിയുള്ളതിനെ എല്ലാം അപ്പുറം കൊണ്ടുപോകുന്നു. ഈക്വൽ ടു h ഒരെണ്ണം പോയതാണ്, ഈ എബ് പോകുമ്പം mc ഡിവൈഡഡ് ബൈ ഒരു h താഴെയുണ്ട്, mc ഡിവൈഡ് ബൈ h, ഈ h. പിന്നെ എന്താണ് കുട്ടികളെ? ഇതങ്ങോട്ട് പോയി, അവിടെ ഓൾറെഡി ഉള്ളത് ലാംഡ ഡി ക്യൂബ്, ഇതപ്പുറം പോയി, ഇത് ഓൾറെഡി അവിടെയുണ്ട്, ലാംഡ സ്ക്വയർ. ഇത് ഓൾറെഡി ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? നോക്കിയേ, ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് ആർക്ക് പ്രപ്പോർഷൻ എന്ന് ചോദിച്ചാൽ, ഡെൽറ്റ ലാംഡ ഡി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ലാംഡ ഈസ് പ്രപ്പോർഷണൽ ടു ലാംഡ ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ ലാംഡ സ്ക്വയർ. അങ്ങനെ ഉണ്ടോ? ഉണ്ടാവും. ലാംഡ ഡി ഡി ക്യൂബ്, നോ ഹിയർ ഇറ്റ് ഈസ്. ഇവിടെയുണ്ട് ആൻസർ, ഹിയർ.
ഓക്കെ, ഒന്നുമില്ല, ഈക്വേഷൻ എഴുതാൻ പറ്റി എങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റീഅറേഞ്ച് ചെയ്യുക, ദാറ്റ്സ് ഓൾ, നത്തിങ് ടു ബൈ ഹാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് അഡ്വാൻസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വി വിൽ സീ ദാറ്റ്. സിമ്പിളാണ്, ഒറ്റ 2 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. എയർപ്ലെയിൻ എ ആൻഡ് ബി ആർ ഫ്ലൈയിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഇൻ സെയിം വെർട്ടിക്കൽ പ്ലെയിൻ അറ്റ് ആൻ ആംഗിൾ 30 and 60. ഒരെണ്ണം 30-ൽ പോകുന്നു, ഒരേ പ്ലെയിനിലാണ് കേട്ടോ. ഒരെണ്ണം 30-ൽ പോകുന്നു, ഒരെണ്ണം 60-ൽ പോകുന്നു. ഇത് 30-ൽ, ഇത് 60-ൽ. വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, ഇതാണ് സംഭവം. ഇതിങ്ങനെ പോകുന്നു, ഇതിങ്ങനെ പോകുന്നു. ദ സ്പീഡ് ഓഫ് എ ഈസ് 100√3 m/s. ഇതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. At t is equal to 0, an observer in A finds B is at a distance 500. B 500 അകലെയാണ്. A നോക്കുമ്പോൾ B 500 അകലെയാണ്. എന്നിട്ടോ B is 500. This observer see B is moving with a constant velocity perpendicular to the plane of motion. A നോക്കുമ്പോൾ B ഈ പ്ലെയിൻ ഓഫ് മോഷൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരികയാണെന്ന് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? എ നോക്കുമ്പോൾ ബി ഇതാ ഇങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ബിയുടെ റിലേറ്റീവ് വെലോസിറ്റി എ മൂവ് ചെയ്യുന്ന ലൈന് പെർപെൻഡിക്കുലറാണ്. ബിയുടെ റിലേറ്റീവ് വെലോസിറ്റി എ മൂവ് ചെയ്യുന്ന ലൈന് പെർപെൻഡിക്കുലർ ആണെന്നാണ് ഈ പറഞ്ഞിട്ടുള്ളതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവ തമ്മിലുള്ള അകലവും തന്നിട്ടുണ്ട് 500. ദിസ് ഒബ്സർവർ സി മൂവ്സ് വിത്ത് വെലോസിറ്റി പെർപെൻഡിക്കുലർ. ഓക്കെ, ഈ ടി സിക്കൽ ടു T0 കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ടി സിക്കൽ ടു 0-യിലെ കാര്യമാണ് ആദ്യമേ പറഞ്ഞത്. ടി സിക്കൽ ടു T0-യിൽ എന്താ സംഭവിച്ചേ? എ ജസ്റ്റ് എസ്കേപ്പ് ബീങ് ഹിറ്റ് ബൈ ബി. എ ജസ്റ്റ് എസ്കേപ്പ് ബൈ ബീങ് ഹിറ്റ് ബൈ ബി എന്ന് പറഞ്ഞാൽ എയും ബി ഓൾമോസ്റ്റ് ഒരു സ്ഥലത്തെത്തി. എ ബി എനെ ഹിറ്റ് ചെയ്തതായിട്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. എയും ബി ജസ്റ്റ് എസ്കേപ്പ് എന്നാണ് പറഞ്ഞത്. T0 എത്ര സമയത്ത് സംഭവിക്കുമെന്ന്. അതിനൊരു കാര്യം ചെയ്യുക, നമ്മൾ ഫണ്ടമെൻ്റൽ ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക. ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഇതെന്തിനാണെന്ന് ഞാൻ പറയാം. എയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ചു. എയുടെ ആക്ഷൻ ലൈൻ ഉണ്ടല്ലോ കുട്ടികളെ, എ കടന്നു പോകുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ചു. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ലുക്ക് ഹിയർ. ഇനിയും നോക്കൂ, എയുടെ വെലോസിറ്റി എനിക്കുണ്ട്. ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ ചിൽഡ്രൻ. ദാറ്റ് വിൽ നോട്ട് ബി വിസിബിൾ ടു യു. ലെറ്റ് മീ യൂസ് സം ബ്രൈറ്റ് കളർ. വാട്ട് കുഡ് ഇറ്റ് ബി? റെഡ് തന്നെ എടുക്കാം. റെഡ് തന്നെ എടുക്കാം ഞാൻ. ഓക്കെ, എയുടെ വെലോസിറ്റി ഇത്ര. എയുടെ വെലോസിറ്റി നോക്കൂ. എയുടെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എയുടെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ബിയുടെ വെലോസിറ്റി ഇങ്ങനെയാണ്. അതിനെ ഞാൻ റീസോൾവ് ചെയ്യുന്നു. ബിയുടെ വളരെ ശ്രദ്ധിക്കുക. എയുടെ വെലോസിറ്റി അതുപോലെ എഴുതി. ബിയുടെ വെലോസിറ്റി ഞാൻ എയ്ക്ക് പാരലായിട്ടും എയുടെ വെലോസിറ്റിക്ക് പാരലായിട്ടും എയ്ക്ക് പെർപെൻഡിക്കുലറായിട്ടും എയുടെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറായിട്ടും റീസോൾവ് ചെയ്തു. ആരുടെ വെലോസിറ്റിയാണ് ഞാൻ റിസോൾവ് ചെയ്ത്? ബിയുടെ വെലോസിറ്റി. എയുടെ വെലോസിറ്റി എത്രയാണ്? വാട്ട്സ് എ വെലോസിറ്റി ഓഫ് എ? എയുടെ വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട് 100√3. ബിയുടെ വെലോസിറ്റി വി ബി എന്ന് വിളിച്ചു. ഈ ആംഗിൾ 30 ആണെങ്കിൽ ഇത് 30 അല്ലേ? ആലോചിച്ച് നോക്കിയാൽ ഇത് 30 അല്ലേ? 30, കാരണം എയ്ക്ക് പാരൽ എന്നല്ലേ ഞാൻ പറഞ്ഞേ. അപ്പോൾ വി ബി കോസ് 30. വി ബി കോസ് 30 എന്ന് പറഞ്ഞാൽ വി ബി √3 വി ബി ബൈ 2 ആണ് ഈ കമ്പോണൻറ്റ്. ഇതെന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് വി ബി സൈൻ 30 എന്ന് പറഞ്ഞാൽ ഈ കമ്പോണൻറ്റ് വി ബി ബൈ 2. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എ ബി എനെ നോക്കിയപ്പോൾ ബി വാസ് കമ്മിങ് ടുവേഴ്സ് ബി എ നോക്കുമ്പം ബി വാസ് കമ്മിങ് ടുവേഴ്സ് എ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് മോഷൻ. ഇങ്ങനെ വരികയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതാണ് ബിയുടെ റിലേറ്റീവ് വെലോസിറ്റി. ഇത് ബിയുടെ റിലേറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഈ രണ്ട് കമ്പോണൻറ്റും ഈക്വൽ ആയിരിക്കണ്ടേ? ഏത്? എയുടെ ഈ വെലോസിറ്റിയും ബിയുടെ എയ്ക്ക് പാരലായിട്ടുള്ള വെലോസിറ്റി ഈക്വൽ ആയിരിക്കണ്ടേ? ആയിരിക്കണം. എങ്കിൽ മാത്രമേ റിലേറ്റീവ് വെലോസിറ്റിക്ക് ഈ കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് അത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. നോക്കൂ, ഐ ആം ഇക്വേറ്റിംഗ് വാട്ട്? √3 വി ബി ബൈ 2 ഈസ് ഈക്വൽ ടു എയുടെ വെലോസിറ്റി. എയുടെ വെലോസിറ്റി എത്രയാണ്? 100√3. √3 വെട്ടിക്കളയാ 2 അങ്ങോട്ട് പോവുക. വി ബി ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? വി ബി ഈസ് ഈക്വൽ ടു 200 എന്ന് കിട്ടി. ഓക്കെ, 200. ഗുഡ്. ഇനിയും ബി എനെ ഹിറ്റ് ചെയ്യണമെങ്കിൽ നോക്കിയേ, എ നോക്കുമ്പം എയുടെ പെർസെപ്ഷനിൽ എന്താണെന്ന് ഞാൻ പറയാം. എ നോക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. സി, വെൻ എ ഇത് എ ആണെന്ന് വിചാരിച്ചു. എ ഈ സറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എ. ബി എന്ത് ചെയ്യുന്നു? ബി ഇത്ര അകലെയാണ്. എത്ര?
500 മീറ്ററാണ്, എത്രയോ പറയുന്നത് 500 മീറ്റർ. എന്നിട്ട് ബി ഇതേ ഇങ്ങനെ വരികയാണെന്നാണ് പറഞ്ഞത്. എക്ക് പെർപെൻഡിക്കുലറായിട്ട് വരുന്നു. ആ വെലോസിറ്റി എത്രയാണെന്ന് നമുക്കറിയാം, VB/2. VB/2 വെലോസിറ്റിയിൽ, VB/2 ഞാൻ എഴുതിയത് VB/2 വെലോസിറ്റിയിൽ വരുന്നു. ഹിറ്റ് ചെയ്യുന്നു. ഡിസ്റ്റൻസ് കൊണ്ട് വെലോസിറ്റി ഉണ്ട്. ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ ടൈം ഓഫ് ഹിറ്റിംഗ്, വാട്ട് ഈസ് ദ ടൈം? ടൈം T0യിൽ ഹിറ്റ് ചെയ്തു എന്നാണ്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് D ആണ്, ഈ ഡിസ്റ്റൻസ് D, അത് നമുക്കറിയാം. വെലോസിറ്റി VB അല്ല, VB/2 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 500. VB/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? VB എത്രയാണ്? 200/2 എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ T0 ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 സെക്കൻഡ്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന ഒരാൾ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഗ്രൗണ്ടിൽ നിന്ന് നോക്കൂ, ദേ ഇവിടെ ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾ ബി ഇങ്ങനെ പോയി ഇവിടെ എത്തി. എയും ബി ഒരേ സ്ഥലത്തെത്തി. ദേ ആർ ഓൾമോസ്റ്റ് ഹിറ്റിംഗ് ദെയർ. നോക്കുമ്പോൾ നോക്കുമ്പോൾ ബി ഈസ് കമ്മിങ് ലൈക്ക് ദിസ് ആൻഡ് ഹിറ്റിംഗ്. ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന ആൾ നോക്കുമ്പോൾ ദേ ആർ ഡൂയിങ് ദിസ് വേ. ഓക്കെ, പെർസെപ്ഷൻ ഈസ് ഡിഫറെൻറ്റ് ബിക്കോസ് വെലോസിറ്റീസ് ആർ റിലേറ്റീവ്. നോ, കാണുന്ന സംഭവമല്ല ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന ഒരാൾ കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയ കുട്ടികളെ, വായിച്ചു നോക്കൂ. 12th ക്വസ്റ്റ്യൻ. Particle moves in XY plane under the influence of force such that the linear momentum തന്നിട്ടുണ്ട്. ഇതാ ലീനിയർ മൊമെൻറ്റം, ടൈമിൻ്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ലീനിയർ മൊമെൻറ്റം ഈസ് ചേഞ്ചിങ് വിത്ത് ടൈം. വേർ A and K are constant. ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് മൊമെൻറ്റം. നോക്കിക്കേ, നമുക്ക് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനെ തന്നിട്ടുള്ളൂ, ഫോഴ്സും മൊമെൻറ്റവും തമ്മിലുള്ള ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ഫൈൻ, ഞാൻ തന്നിട്ടുള്ള മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം. ഇതാ മൊമെൻറ്റം ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഈസ് ഈക്വൽ ടു എ പുറത്തുണ്ട്, പിന്നെന്താ കോസ് KT. K എന്ന് പറഞ്ഞാൽ ഒമേഗ ടി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ, നോ പ്രോബ്ലം. കാരണം K ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ ഇവിടെ തന്നിട്ടുള്ള പോലെ തന്നെ എഴുതാം. KT I, then what? Minus sin omega t or KT J. മൊമെൻറ്റം തന്നിട്ടുണ്ട്. ഫോഴ്സും മൊമെൻറ്റവും തമ്മിലുള്ള ആംഗിൾ വേണമെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. എന്താണ് ഫോഴ്സും മൊമെൻറ്റവും തമ്മിലുള്ള ഇക്വേഷൻ റിലേഷൻ? ദാറ്റ് ഈസ് വെരി ഫണ്ടമെൻ്റൽ. ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് F ഈസ് ഈക്വൽ ടു dP/dt ആണെന്നല്ലേ. എന്ന് പറഞ്ഞാൽ സാധനത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്തോ അതാണ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ K ഇവിടുന്ന് പുറത്തേക്ക് വരും. അപ്പോൾ AK പുറത്തുണ്ട്. പിന്നെ കോസിൻ്റെ മൈനസ് സൈൻ KT I മൈനസ് കോസ് KT J. ശരിയല്ലേ? ദിസ് ഈസ് ദ ഫോഴ്സ്. അപ്പം രണ്ട് വെക്ടർ, ഫോഴ്സ് മൊമെൻറ്റോ എന്നുള്ള കോൺസെപ്റ്റേ നിങ്ങൾ വിട്, മാത്തമെറ്റിക്കലി ആലോചിക്കൂ. എയും ബിയും രണ്ട് വെക്ടറാണ്. ഹൗ വിൽ യു ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ A and B? കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ A and B ഈസ് A.B/AB. പഠിച്ചിട്ടില്ലേ? അതുപോലെ ഇവിടെയും ഐ ആം ഗോയിങ് ടു അപ്ലൈ ദ സെയിം തിങ്. വാട്ട് ഈസ് ദാറ്റ്? കോസ് ഓഫ് ദ ആംഗിൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു P.F ഡിവൈഡഡ് ബൈ PF. PU F ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഞാൻ എടുക്കാൻ പോവാം. ഡോട്ട് പ്രോഡക്റ്റ്. ഓക്കെ, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു P.F എന്ന് പറഞ്ഞാൽ ഇതും ഡോട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് 0 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. വെരി സിമ്പിൾ ഇറ്റ് ഈസ്. ഡോട്ട് എടുക്കുമ്പോൾ തന്നെ 0 ആയി പോകും. ശരിയല്ലേ? ഇവിടെ കോസ് KT മൈനസ് സൈൻ KT, ഇവിടെ പ്ലസ് സൈൻ KT, 0 ആയി പോകും ഡോട്ട് എടുക്കുമ്പോഴേ. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കോസ് തീറ്റ എത്ര കിട്ടും? ഇതിൻ്റെ രണ്ടിൻ്റെ ഡോട്ട് എടുത്ത് നോക്കൂ നിങ്ങൾ. ഡു ഇറ്റ് ഇൻ യുവർ ഹെഡ്. 0 ആണ് കിട്ടുന്നത്. 0. ഡോട്ട് പ്രോഡക്റ്റ് ഇറ്റ് സെൽഫ് ഈ 0. അങ്ങനെയെങ്കിൽ തീറ്റ എത്രയാണ്? തീറ്റ ഈസ് ഈക്വൽ ടു 90 ആയിരിക്കും. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റും ഫോഴ്സും തമ്മിൽ എപ്പോഴും ആംഗിൾ 90 ആണ്. സോ വാട്ട് ഈസ് ദ കണ്ടീഷൻ? വാട്ട്സ് ദ സിറ്റുവേഷൻ? യു നോ, ഇറ്റ് ഈസ് ദ കേസ് ഓഫ് എ യൂണിഫോം സർക്കുലർ മോഷൻ. ലെറ്റ് മീ ഷോ യു ദാറ്റ്. ഇതങ്ങോട്ട് ഇവിടെ ഇരിക്കട്ടെ തൽക്കാലം. ഐ ആം ടെല്ലിങ് യു ദിസ് ഈസ് ദ കേസ് ഓഫ് uniform circular motion. Another color. Okay, another color. Yeah, here. And this is the radius. Okay, maybe your momentum may be like this, tangential momentum, and force is radial. This is the force. This is momentum. ഇവ തമ്മിലുള്ള ആംഗിളാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. That angle is always 90.
അതുപോലെ നിങ്ങളോട് പലതും ചോദിക്കാം. എന്തൊക്കെ ചോദിക്കാം? പൊസിഷൻ വെക്ടറും വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ എത്ര? അത് 90 ആയിരിക്കും. ഓക്കെ. അതുപോലെ വെലോസിറ്റി ആക്സലേഷൻ തമ്മിലുള്ള ആംഗിൾ 90 ആയിരിക്കും. പൊസിഷൻ വെക്ടറും ആക്സലേഷൻ തമ്മിലുള്ള ആംഗിൾ 180 ആയിരിക്കും ഇല്ലേ? പൊസിഷൻ വെക്ടർ ഇങ്ങോട്ട്, ആക്സലേഷൻ ഇങ്ങോട്ട്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കാണുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം ദിസ് ഈസ് ദ കേസ് ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ. എന്നിട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ പറയാം. ഓക്കെ. നിങ്ങൾക്ക് ഓൾറെഡി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫെമിലിയർ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. എനിക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടതാണ്. നോക്കൂ. എ സിമ്പിൾ പെൻഡുലം ഈസ് ഓസിലേറ്റിംഗ് വിത്തൗട്ട് ഡാമ്പിങ്. ഓക്കെ. നോ ഫ്രിക്ഷൻ. വിത്തൗട്ട് ഡാമ്പിങ് ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോബ് ഈസ് ലെസ് ദാൻ മാക്സിമം. എന്ന് പറഞ്ഞാൽ ബോബ് ഈസ് നോട്ട് അറ്റ് ദ എക്സ്ട്രീം. എക്സ്ട്രീമിലും അല്ല മീൻ പൊസിഷനിലും അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ആണ്. ആക്സലേഷൻ വെക്ടർ എങ്ങനെയാണെന്ന് ലെറ്റ് മീ ഷോ യു ദാറ്റ്. ഓക്കെ. ലെറ്റ് മീ ഷോ യു. ഇവിടെ ഞാൻ സെപ്പറേറ്റ് വരയ്ക്കാം. സി, ഇതാണ് മീൻ പൊസിഷൻ, ഇതാണ് എക്സ്ട്രീം എന്ന് വിചാരിച്ചു. എക്സ്ട്രീം, ഇത് എക്സ്ട്രീമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയോ ആണ് ബോബ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ബോബ് ഈസ് ഓസിലേറ്റിംഗ് ലൈക്ക് ദിസ്. ഇപ്പം ബോബ് ഉള്ളത് ദേ ഇവിടെയാണെന്ന് നിങ്ങൾ വിചാരിച്ചു. ബോബ് ഉള്ളത് ദേ ഇവിടെ എക്സ്ട്രീമിലും അല്ല മീനിലും അല്ല, ഇവിടെയാണുള്ളതെങ്കിൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഫോഴ്സസ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. ഏതൊക്കെയാണ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സോ സിമ്പിൾ. വാട്ട് ആർ ദ ഫോഴ്സസ്? ക്യാൻ യു സേ? ലുക്ക് ഹിയർ. ദ ഫോഴ്സസ് ആർ, വൺ ഈസ് വെയിറ്റ്, ഇറ്റ്സ് വെയിറ്റ് mg. അത്ര കട്ടിക്ക് ഞാൻ വരയ്ക്കുന്നില്ല, കുറച്ച് കട്ടി കുറയ്ക്കാം. mg. പിന്നെ ടെൻഷനുണ്ട്. ഈ രണ്ട് ഫോഴ്സേ ഉള്ളൂ കേട്ടോ, ഇല്ലാത്ത ഫോഴ്സ് ഒന്നും എഴുതിയേക്കരുത്. സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടെന്നൊന്നും പറഞ്ഞേക്കരുത്. ഓക്കെ. സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇല്ല. ഓക്കെ. Some force should act as centripetal force. Okay. Net force towards the center is called centripetal force. That's all. And ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. തീറ്റ ആണെങ്കിൽ ഞാൻ ഈ mgനെ ഒന്ന് റീസോൾവ് ചെയ്യാൻ പോവാം. mgനെ റീസോൾവ് ചെയ്യുമ്പോൾ ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ട് കിട്ടും, ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ടും കിട്ടും ഇല്ലേ? ഓക്കെ. ഇത് ടെൻഷനാണ്, ഇത് mg ആണ്, ഇത് തീറ്റയായിരിക്കും. ഇത് mg കോസ് തീറ്റ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. ഇത് mg എന്താണ്? സൈൻ തീറ്റ ആണല്ലോ. അപ്പം ഇതിൽ ആക്സലേഷൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇതിന് ഇൻഫാക്റ്റ് ദർ ഈസ് എ നെറ്റ് വെലോസിറ്റി ഉണ്ട്. ഇതെങ്ങോട്ടാണ്? ഇങ്ങോട്ട് മൂവ് ചെയ്തോട്ടെ. സപ്പോസ് ഇറ്റ് ഈസ് മൂവിങ് ദാറ്റ് വേ. വെലോസിറ്റി ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. സിൻസ് ഇറ്റ് ഹാസ് വെലോസിറ്റി ഇറ്റ് ഹാസ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. എന്ന് പറഞ്ഞാൽ ടിയും mg കോസ് തീറ്റ ഈക്വൽ അല്ല. ടി വിൽ ബി ഗ്രേറ്റർ ദാൻ mg കോസ് തീറ്റ. ടി ഈസ് ഗ്രേറ്റർ ദാൻ mg കോസ് തീറ്റ. ദർ ഇസ് എ നെറ്റ് ഫോഴ്സ് ടുവേഴ്സ് ദ സെൻറ്റർ. അതുകൊണ്ട് ദർ ഈസ് എ റേഡിയൽ ആക്സലറേഷൻ. അത് എത്രയാണെന്ന് ഞാൻ എഴുതാം. റേഡിയൽ ആക്സലേഷൻ അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ആക്സലേഷൻ ടി മൈനസ് mg കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മാസ്. നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ്. അതാണ് ഏത് ഫോഴ്സ്, ഏത് ആക്സലേഷൻ? ടാൻജൻഷ്യൽ ആക്സലേഷൻ. ടാൻജൻഷ്യൽ അല്ല, സെൻട്രിപിറ്റൽ അല്ലെങ്കിൽ റേഡിയൽ ആക്സലേഷൻ. അത് മാത്രമല്ല ഇതിനുള്ളത്. കാരണം ഹിയർ ഈസ് ആൻ അൺബാലൻസ് ഫോഴ്സ് mg സൈൻ തീറ്റ. ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ ടാൻജൻഷ്യൽ ആക്സലേഷൻ. ടാൻജൻഷ്യൽ AT, ടാൻജൻഷ്യൽ ആക്സലേഷൻ. അപ്പോൾ AT എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ? mg സൈൻ തീറ്റ, ഫോഴ്സ് mg സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ മാസ്. അപ്പോൾ മാസ് പോയി. g സൈൻ തീറ്റ ആക്സലേഷൻ ഇങ്ങോട്ടുണ്ട്. ദർ ഈസ് അനദർ ആക്സലേഷൻ ടുവേഴ്സ് ദ സെൻറ്റർ. അപ്പോൾ ഇതിലെ നെറ്റ് ആക്സലേഷൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഈ രണ്ടെണ്ണത്തിൻ്റെ എന്തായിരിക്കും? റിസൾട്ടൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ യൂണിഫോം സർക്കുലർ മോഷനാണ്. ഇതൊരു നോൺ യൂണിഫോം സർക്കുലർ മോഷനാണ്. ഇത് രണ്ട് ആക്സലേഷൻ ഉണ്ടാവും. ടുവേഴ്സ് ദ സെൻറ്റർ ഉണ്ടാവും, ടാജൻഷ്യലും ഉണ്ടാവും. നെറ്റ് ആക്സലേഷൻ ടുവേഴ്സ് ദ സെൻറ്ററും അല്ല, ടാജൻഷ്യലുള്ള അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിരിക്കും. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ. ഓക്കെ. അങ്ങനെ വരുന്ന ഏതാ? ഇത് തെറ്റാണ്. ഇത് റേഡിയൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, ഇത് ടാൻജൻഷ്യൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് താഴേക്കാണ്. നോ സച്ച് ആക്സലേഷൻ. ഓക്കെ. ഇതാണ് കറക്റ്റ് ആൻസർ. നോക്കൂ, ഇതാണ് കറക്റ്റ് ആൻസർ. ഹിയർ ഇറ്റ് ഈസ്. ഇത് കറക്റ്റ് ആൻസർ. കാരണം ദർ ഈസ് എ റേഡിയൽ ആക്സലറേഷൻ which is called centripetal. There is a tangential AT. The resultant of that is this way. ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ആക്സലറേഷൻ വെൻ ഇറ്റ് ഈസ് അറ്റ് എക്സ്ട്രീം. എക്സ്ട്രീമിലായിരിക്കുമ്പോൾ ഇതിൻ്റെ ആക്സലറേഷൻ എത്ര? എക്സ്ട്രീമിലാകുമ്പോൾ V0 ആണ്. എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. കാരണം എന്താ? സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ V²/R ആണ് കുട്ടികളെ. V0 ആണ്, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ 0 ആണ്. ഓക്കെ. എന്ന് പറഞ്ഞാൽ അവിടെ ദർ ഈസ് നോ സെൻട്രിപിറ്റൽ ആക്സലേഷൻ, ഓൺലി ടാൻജൻഷ്യൽ ആക്സലേഷൻ. ഇങ്ങോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ടാൻജൻഷ്യൽ. ഇവിടെ എങ്ങോട്ട് ആക്സലേഷൻ എന്ന് ചോദിച്ചാൽ മീൻ പൊസിഷനിൽ എവിടെയാണ് ആക്സലേഷൻ എന്ന് ചോദിച്ചാൽ ദർ ഈസ് നോ ടാൻജൻഷ്യൽ ആക്സലേഷൻ. കാരണം mg സൈൻ തീറ്റ എന്നുള്ളത് mg സൈൻ 0 എന്നാവും. ദർ ഈസ് നോ mg സൈൻ തീറ്റ ഹിയർ. അപ്പോൾ ഇവിടെ റേഡിയൽ ആക്സലേഷൻ, സെൻട്രിപിറ്റൽ ആക്സലേഷൻ മാത്രം. എന്ന് പറഞ്ഞാൽ ഇവിടെ സെൻട്രിപിറ്റൽ മാത്രം, എക്സ്ട്രീമിൽ
ടാൻജൻഷ്യൽ മാത്രം. ഇൻ ബിറ്റ്വീൻ എക്സ്ട്രീം ആൻഡ് മീൻ ഇറ്റ് വിൽ ഹാവ് ബോത്ത് ആക്സിലറേഷൻ, ദെയർഫോർ ദ നെറ്റ് ആക്സിലറേഷൻ വിൽ ബി ഓഫ് ദി സോർട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, ബോഡി ഈസ് മൂവ്ഡ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ബൈ മെഷീൻ ഡെലിവറിങ് കോൺസ്റ്റന്റ് പവർ. ഈ ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നീറ്റിന് ചോദിച്ചിട്ടുണ്ട്, ജെഇ മെയിനിന് ചോദിച്ചിട്ടുണ്ട്, ജെഇ അഡ്വാൻസും ചോദിച്ചിട്ടുണ്ട്. പണ്ടത്തെ ജെഇ അഡ്വാൻസ് ആദ്യമേ അപ്പിയർ ചെയ്ത് ജെഇ അഡ്വാൻസ്ഡാണെന്ന് എനിക്ക് തോന്നുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജെഇ അഡ്വാൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ബോഡി ഇൻ ദ ടൈം ടി ഈസ് പ്രൊപ്പോർഷണൽ ടു. ഇത് നിങ്ങൾ ഓൾറെഡി പല മെറ്റീരിയലും കണ്ടിട്ടുണ്ടാവും, ഓൾറെഡി ചെയ്തിട്ടും ഉണ്ടാവും. എങ്കിലും ചോദിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്, നിങ്ങൾ മിസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഒന്ന് ട്രൈ ചെയ്തേ, ട്രൈറ്റ്. ഇത് പല രീതിയിൽ ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു രീതിയിൽ ഞാൻ നോക്കട്ടെ, ചെയ്യാം. കോൺസ്റ്റൻറ്റ് പവറല്ലേ, അപ്പോൾ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പവർ ആയതുകൊണ്ട് പി ഇൻറ്റു ടി എന്ന് എഴുതാം. പവർ ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ, അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം സീറോ വെലോസിറ്റി, ഹാഫ് എം വി സ്ക്വയർ. ഇതിൽ നിന്ന് വി എഴുതൂ. വി എങ്ങനെ എഴുതാം നോക്കി, വി ഈസ് ഈക്വൽ ടു 2pt ഡിവൈഡഡ് ബൈ എം അണ്ടർ സ്ക്വയർ റൂട്ട് വെലോസിറ്റി. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, വെലോസിറ്റിയും ടൈമും തമ്മിൽ എന്താണ് റിലേഷൻ? വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ടി ടു ദ പവർ ഹാഫ് ആണ് അല്ലേ? നോക്കിയേ, ടി ടു ദ പവർ ഹാഫ്. പക്ഷേ ഇവിടെ വെലോസിറ്റി അല്ല ചോദിച്ചിട്ടുള്ളത്, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ബോഡി ഇൻ ദ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട് എന്താണ് ബന്ധം. അപ്പോൾ വെലോസിറ്റിക്ക് പകരം dx/dt എന്ന് എഴുതുക. ലെറ്റ് മീ റൈറ്റ് ഹിയർ, വെലോസിറ്റിക്ക് പകരം dx/dt എന്ന് എഴുതാം. dt അങ്ങോട്ട് ഞാൻ എടുക്കുകയാണ്, കോൺസ്റ്റൻറ്റ് ഇവിടെ വെച്ചു, ഏതാ റൂട്ട് 2p ഡിവൈഡഡ് ബൈ എം ഇവിടെ വെച്ചു. ഇത് ടി ടു ദ പവർ ഹാഫ് എന്ന് എഴുതി, റൂട്ട് ടി എന്നുള്ളത് dt അങ്ങോട്ട് എടുക്കുകയും ചെയ്തു, dt. എന്നിട്ട് രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രേറ്റ് ചെയ്തു. t = 0 ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് അറ്റ് ഒറിജിൻ, ഐ അസ്യൂം. t = t ഇറ്റ് വാസ് അറ്റ് സം പൊസിഷൻ x. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x എന്ന് കിട്ടി. ഇവിടെ റൂട്ട് 2p ഡിവൈഡഡ് ബൈ എം ഈസ് റിട്ടൺ ആസ് ഇറ്റ് ഈസ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പവർ ഒന്ന് കൂടണം, കൂടി പവറുണ്ട് ഡിവൈഡ് ചെയ്യണം. പവർ എത്രയായി? 3/2. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/3. ശരിയല്ലേ? ഡിവൈഡ് ചെയ്യുമ്പോൾ 2/3, 3/2 കൊണ്ട് വേണം. ഇനി വേണമെങ്കിൽ ആൻസർ ആയി കേട്ടോ, ഡയറക്ട്ലി പ്രപ്പോസ് ടി ടു പവർ ഹാഫ്. വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഒന്ന് അടുക്കി പെറുക്കി എഴുതുക. ഇതിനെ സ്ക്വയർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വിടുമ്പോൾ റൂട്ട് 8p, ഇതിനെ സ്ക്വയർ ചെയ്ത് വിടുമ്പം 9m ടി ടു ദ പവർ 3/2. അപ്പം എക്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ടി ടു ദ പവർ 3/2. അങ്ങനെ ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. ഹിയർ ഇറ്റ് ഈസ് ദേ, ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഒന്ന് നോക്കി വെച്ചോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ സമയമായോ? ഇല്ല, ഇനി സമയം ഇഷ്ടം പോലെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദിസ് ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് ഇൻ ഫസ്റ്റ് അപ്പിയർഡ് ഇൻ അഡ്വാൻസ്. ഈ ക്വസ്റ്റ്യൻ്റെ നല്ലൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വേറെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ പറയാനും പറ്റും. ഞാൻ എൻ്റെ ഷോർട്ട് കട്ട് രീതി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ ഫോഴ്സ് എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത്. നോക്കിയേ, വർക്ക് ഡൺ ബൈ എ പാർട്ടിക്കിൾ. ഈ ഫോഴ്സ് നിങ്ങൾ വായിച്ചു നോക്കൂ. നിങ്ങൾ കരുതും പോലെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഫോഴ്സ് അല്ല ഇത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫോഴ്സാണ്. ഫോഴ്സിൻ്റെ നേച്ചർ മനസ്സിലാക്കുകയാണെങ്കിൽ, ഏത് പാത്തിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് അറിയുകയാണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഈ ഫോഴ്സിലെ നോക്കിയേ ഡിനോമിനേറ്റർ സെയിം അല്ലേ? നോക്കിയേ ഡിനോമിനേറ്റർ. അപ്പം ഞാനിതിനെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ റീറൈറ്റ് ചെയ്യുക. ഫോഴ്സിനെ നോക്കിക്കേ, കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, ക്യാപിറ്റൽ ലെറ്റർ കെ. ഇത് ഇറ്റ് ഈസ് ഹാർംലെസ്. കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും നോ പ്രോബ്ലം. കെ അവിടെ വെച്ചേക്കുക. പിന്നെ എന്താണ്? xi പ്ലസ് yj ഡിവൈഡഡ് ബൈ x² പ്ലസ് y² ടു ദ പവർ 3/2. എക്സും വൈയും പാർട്ടിക്കിളിൻ്റെ കോർഡിനേറ്റ് ആണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. പാർട്ടിക്കിളിൻ്റെ കോർഡിനേറ്റ് ആണ് എക്സും വൈയും. നോക്കൂ, ഞാനിവിടെ വരച്ച് കാണിക്കാം. നൗ യു ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ദിസ് ഈസ് ദ കോർഡിനേറ്റ് സിസ്റ്റം. സപ്പോസ് ദ പാർട്ടിക്കിൾ ഈസ് ഹിയർ. പാർട്ടിക്കിൾ ഏത് വഴിക്ക് പോയെന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാം. പാർട്ടിക്കിൾ ഇവിടെയാണെങ്കിൽ, പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്റ്റർ r ആണെങ്കിൽ, r എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എക്സ് കമ്പോണൻറ്റും ഉണ്ട്. ലെറ്റ് മീ ഡ്രോ ഇറ്റ് കെയർഫുള്ളി. ഇത് എക്സ്, ഇത് വൈ എന്ന് പറഞ്ഞാൽ xi, ഇത് yj. അപ്പം xi പ്ലസ് yj എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. xi പ്ലസ് yj
എന്താണത്? ദാറ്റ് ഈസ് ദ പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ. അതിനെ ഞാൻ ആർ എന്ന് എഴുതുന്നു. സി എഫ് ഈസ് ഈക്വൽ ടു, നോക്കൂ കുട്ടികളെ, കെ അതുപോലെ എഴുതി, ആർ വെക്റ്റർ കാരണം എക്സ് ഐ പ്ലസ് വൈ ജെ, xi plus yj, xi plus yj is the position vector of the particle. ഇനി ഇതെന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ? ആർ സ്ക്വയർ ആണ്. ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, പൊസിഷൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. പക്ഷേ ടു ദ പവർ 3/2 എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ ആയി, ശരിയല്ലേ? ആർ ക്യൂബ്. ഇതാണ് ഫോഴ്സ്, ഇതാണ് ഫോഴ്സ് ഫീൽഡ്. ഫോഴ്സ് എങ്ങനെയാണ്? റേഡിയൽ ഫോഴ്സ് ആണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഫോഴ്സ് ഈസ് റേഡിയൽ എന്ന്. അതിൻ്റെ ഗുണം എന്താണ്? ഫോഴ്സ് റേഡിയൽ ആണ്, എന്താ ഗുണം? അതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ റേഡിയൽ ഫോഴ്സ് ആർ കൺസർവേറ്റീവ് ഫോഴ്സ്. റേഡിയൽ ഫോഴ്സ് ഞാൻ ഇത് വരച്ച് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഡോണ്ട് വറി. ഇതാ ഇങ്ങനെയാണ് ഫോഴ്സ് എന്നാണ് പറഞ്ഞത്. റേഡിയൽ, നൈസ് റേഡിയൽ ഫോഴ്സ്, ലൈക്ക് ദാറ്റ്. ഫോഴ്സ് ഈസ് ലൈക്ക് ദിസ്, റേഡിയൽ ഫോഴ്സ്. ഇനി ഏത് പാത്തിലാണ് കൊണ്ടുവന്നത്? ഒരു ക്ലോസ്ഡ് പാത്താണെങ്കിൽ ഉറപ്പായിട്ടും, കാരണം ഇത് കൺസർവേറ്റീവ് ഫോഴ്സാണ്. റേഡിയൽ ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്, ഷുവർ ഇറ്റ് ഈസ്. റേഡിയൽ ഫോഴ്സ് ആർ ഓൾ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, നൗ ചിന്തിക്കേണ്ടത് ക്ലോസ്ഡ് പാത്താണോ? ക്ലോസ്ഡ് പാത്താണെങ്കിൽ ഉറപ്പായിട്ട് 0 എന്ന് പറയാം. ക്ലോസ്ഡ് പാത്താണോ അല്ലയോ എന്ന് നോക്കാം. സി വെൻ ദ പാർട്ടിക്കിൾ ഈസ് ടേക്കൺ ഫ്രം A0 എന്ന് പറയുന്നത് ഏതാ? A0 ഇതായിക്കോട്ടെ. A0യിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി? 0A എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, 0A. ഏത് രീതിയിൽ കൊണ്ടുപോയി? ഏത് പാത്തിൽ കൊണ്ടുപോയി? പാത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ക്ലോസ്ഡ് പാത്തല്ല. അപ്പോൾ ചാടി കയറി വർക്ക് ഡൺ ഈ 0 എന്ന് പറയരുത്. ക്ലോസ്ഡ് പാത്താണെങ്കിൽ ഉറപ്പായിട്ടും വർക്ക് ഡൺ 0 ആയിരിക്കും. ഏത് പാത്താണെങ്കിലും കുഴപ്പമില്ല. ഇത് ക്ലോസ് പാത്തല്ല, ഇവിടെ തുടങ്ങി ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ, ക്ലോസ്ഡ് ആയിട്ടില്ല. അതുകൊണ്ട് സ്റ്റിൽ യു കനോട്ട് സേ വർക്ക് ഡൺ ഈസ് 0 എന്ന് പറയാറായിട്ടില്ല. എന്താ? എലോങ് സർക്കുലർ പാത്ത്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എലോങ് സർക്കുലർ പാത്ത് നോക്കിക്കേ. എലോങ് സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞാൽ പാത്ത് ഈസ് സർക്കുലാർ ഓഫ് റേഡിയസ് എ. കണ്ടോ? റേഡിയസ് എ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ടാൻജൻഷ്യലാണ്. നോക്കൂ ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് ds ഇങ്ങനെ, ഫോഴ്സ് ദേ ഇങ്ങനെ. ഫോഴ്സ് അറ്റ് എവരി ഇൻസ്റ്റൻറ്റ് യുവർ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഫോഴ്സ് ആർ മേക്കിംഗ് ആൻ ആംഗിൾ 90 ഡിഗ്രി. അപ്പം നിങ്ങൾക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ്. ഇതല്ലേ വർക്ക് ഡൺ എന്ന് പറയുന്നത്. പക്ഷേ എഫും ഡി എസും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 90 ആണ് എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് ഡി എസ് ഇറ്റ് സെൽഫ് ഈസ് 0. ദെർഫോർ വെൻ യു ഇൻ്റഗ്രേറ്റ് യു വിൽ ഗെറ്റ് 0. ദെർഫോർ വർക്ക് ഡൺ ഈസ് 0. അപ്പം ഒരു ഇൻ്റഗ്രേഷനും ചെയ്യാതെ നോക്കൂ, ഫോഴ്സിൻ്റെ നേച്ചർ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വർക്ക് ഡൺ 0 എന്ന് പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം, ബട്ട് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് എഫേർട്സ്. ഓക്കെ, നിങ്ങൾക്ക് എഫ് ഡോട്ട് ഡി എസ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ദിസ് തിങ്സ് ആർ വെരി ക്ലിയർ ടു ലുക്ക് അറ്റ്. ദാറ്റ്സ് ഓൾ. അഡ്വാൻസ് ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇനി കണ്ട ഉടനെ മനസ്സിലാക്കിക്കൊള്ളുക. റേഡിയൽ ഫോഴ്സ് ആണെന്ന് മനസ്സിലാക്കുക, ഏത് പാത്താണെന്ന് നോക്കുക, ലോജിക്കായിട്ട് ആലോചിക്കുക. പുട്ട് യുവർ മാത്സ് ബ്രെയിൻ. ഓക്കെ, ബിക്കോസ് മാത്സ് ഈസ് ദ ടൂൾ ഫോർ ഫിസിക്സ്. മാത്സ് നന്നായിട്ട് അറിയാമോ? ഫിസിക്സ് വളരെ ഈസി ആയിരിക്കും. ഇനി അടുത്തതിലേക്ക്. ഓക്കെ, ഇതും ഒരു ഹൈലി കോൺസെപ്ച്വൽ അല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. നോക്കൂ, എ സ്മോൾ മാസ് എം ഈസ് അറ്റാച്ച് ടു എ മാസ് സ്ട്രിങ്. ഇതാ ഇങ്ങനെ ഒരു മാസ് കെട്ടി കറക്കുക, അത്രേ പറയുന്നുള്ളൂ. മാസ് ഈസ് അണ്ടർഗോയിങ് യൂണിഫോം XY പ്ലെയിനിൽ ഇങ്ങനെ കറങ്ങുക, XY പ്ലെയിനിൽ വിത്ത് സെൻറ്ററോ കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ, കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കോണിക് പെൻഡുലം പഠിച്ചിട്ടില്ലേ? കോണിക് പെൻഡുലം, അതാണ് സാധനം. ഇത് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം കാൽക്കുലേറ്റഡ് എബൌട്ട് O. കാൽക്കുലേറ്റ് ദ ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് O ആൻഡ് കാൽക്കുലേറ്റ് ദ ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് P. ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണോ അല്ലയോ വേരി ആണോ എന്നാണ് ചോദിക്കുന്നത്. ആംഗുലാർ മൊമെൻറ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ കിട്ടണമെങ്കിൽ നിങ്ങൾ ടോർക്ക് നോക്കുക. ടോർക്ക് 0 എന്ന് കണ്ടാൽ ആംഗുലാർ മൊമെൻറ്റം 0 എന്നല്ല പറയേണ്ടത്, ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്ന് പറയണം. ഓക്കെ, ടോർക്ക് 0 അല്ലേ, ആംഗുലാർ മൊമെൻറ്റം ടൈമിനനുസരിച്ച് വേരി ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് വേരീസ് വിത്ത് ടൈം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ആംഗുലാർ മൊമെൻറ്റം? ടോർക്ക് അബൌട്ട് P. ലെറ്റ് മീ സി. ടോർക്ക് അബൌട്ട് P, ഈ പോയിന്റിൽ ടോർക്ക്, ഈ അബൌട്ട് ദിസ് പോയിന്റ് ടോർക്ക് അറിയണമെങ്കിൽ ഫോഴ്സ് ആദ്യമേ അറിയണം. ഫോഴ്സ്, വാട്ട് ആർ ദ ഫോഴ്സസ്? ഒന്ന് mg ഫോഴ്സ് ഈസ് ആക്ടിങ്, ഒന്ന് ടെൻഷൻ ഈസ് ആക്ടിങ്. ഓക്കെ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ടെൻഷൻ ഡസ് നോട്ട് ക്രിയേറ്റ് ടോർക്ക് അബൌട്ട് പോയിന്റ് P. കാരണം ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഈസ് പാസിങ് ത്രൂ P. പക്ഷേ mg ഈസ് മേക്കിംഗ് ടോർക്ക്. ടോർക്ക് വേണമെങ്കിൽ mg ഇൻറ്റു
പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് mg പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 വേണമെങ്കിൽ ഈ ആംഗിളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് 6 കണ്ടുപിടിക്കാം ഈ ലെങ്തിൻ്റെ ടൈമിൽ. എനിഹൗ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ടോർക്ക് എബൌട്ട്. നോക്കൂ, ടോർക്ക് എബൌട്ട് പോയിന്റ് പി ഈസ് നോട്ട് 0 അല്ല. വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ? ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് പി ഈ 0 എന്നല്ല, ഈസ് കോൺസ്റ്റൻ്റ് എന്ന് പറയരുത്, നോട്ട് 0 ആണ്. ടോർക്ക് 0 ആണെങ്കിലേ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കുള്ളൂ. ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് പി ഈസ് നോട്ട് എ കോൺസ്റ്റൻ്റ് വെക്റ്റർ, വേരിയബിൾ ആണ്. വേരിയിങ് വിത്ത് ടൈം, ദാറ്റ്സ് എ മീനിങ്. കാരണം ടോർക്ക് എന്തല്ല, 0 അല്ല. ഇനിയും എബൌട്ട് ഓ നോക്കിയേ, എബൌട്ട് ദിസ് പോയിന്റ് വാട്ട് ഈസ് ആംഗുലാർ മൊമെൻറ്റം? എബൌട്ട് ദാറ്റ് പോയിന്റ് ടോർക്ക് കണ്ടുപിടിക്കൂ. ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഈ ഫോഴ്സിനെ ഒന്ന് റീസോൾവ് കൂടെ ചെയ്യുന്നു, അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കും. റീസോൾവ് ചെയ്യാൻ പോകുന്നു. ടിയെ റീസോൾവ് ചെയ്യുമ്പോൾ ഇത് ടിയുടെ ഒരു കമ്പോണൻറ്റ്, ഇത് ടിയുടെ രണ്ടാമത്തെ കമ്പോണൻറ്റ് ഇല്ലേ? ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക കുട്ടികളെ. തിങ്ക് ദിസ് ടു ബി തീറ്റ. ഇത് തീറ്റയാണ്, ഇത് തീറ്റ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് ടി കോസ് തീറ്റ ആയിരിക്കും. ടി കോസ് തീറ്റ അത് എം ജിയെ ബാലൻസ് ചെയ്യും. ദർ ഈസ് നോ ആക്സലേഷൻ ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷൻ. ടി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജി എന്ന് പറഞ്ഞാൽ ടി കോസ് തീറ്റ എം ജിയും എന്തായി, ക്യാൻസലായി. ഇനി ഇത് ടി സൈൻ തീറ്റയാണ്. ദാറ്റ് ഈസ് പാസിങ് ത്രൂ ദിസ് പോയിൻറ്റ്. ടി സൈൻ തീറ്റ ഈസ് പാസിങ് ത്രൂ ദിസ് പോയിൻറ്റ്. അപ്പോൾ ടി കോസ് തീറ്റ ഉണ്ടാക്കുന്ന ടോർക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ടി എം ജി ആ ടോർക്കിനെ ക്യാൻസൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ ടി കോസ് തീറ്റ എം ജിയും കൂടെ ഉണ്ടാക്കുന്ന നെറ്റ് ടോർക്ക് 0 ആണ്, കാരണം നെറ്റ് ഓ 0 ആയതുകൊണ്ട്. പക്ഷേ ടി സൈൻ തീറ്റ ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് ടി സൈൻ തീറ്റ ഉണ്ടാക്കുന്ന ടോർക്കും 0 ആണ്. അപ്പോൾ ടോർക്ക് എബൌട്ട് ഓ നോക്കിയേ. നെക്സ്റ്റ് വൺ, ടോർക്ക് എബൌട്ട് ഓ എത്രയാണ്? 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് ഓ 0 എന്നല്ല പറയേണ്ടത്, കോൺസ്റ്റൻറ്റ്. ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് ഓ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ ഉണ്ടോ എന്ന് നോക്കിയേ. യെല്ലോ റീമെയിൻസ് കോൺസ്റ്റൻറ്റ്. ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് പോയിന്റ് ഓ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. LP ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് പോയിന്റ് പി varies with the time. Okay, about this point it varies with the time. Varies with time means what? It is not constant, its direction changes. Magnitude may not change. അത് ഞാൻ വരച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ ആംഗുലാർ മൊമെൻറ്റം വേണമെങ്കിൽ R ക്രോസ് P. ഇത് ഉള്ളിലേക്കാണ് ഇവിടെ കറങ്ങുന്നതെന്ന് ചോദിച്ചേ, R ക്രോസ് P. അപ്പോൾ ഇവിടുത്തെ ആംഗുലാർ മൊമെൻറ്റം ഈ ഇൻസ്റ്റൻറ്റിൽ ദേ ഇങ്ങനെ വരും. നോക്കൂ, ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഇങ്ങനെ വരും. ഇത് കറങ്ങുന്നതിനനുസരിച്ച് ഈ ആംഗുലാർ മൊമെൻറ്റം കറങ്ങിക്കൊണ്ടിരിക്കും കുട്ടികളെ. ആംഗുലാർ മൊമെൻറ്റം വെക്റ്റർ ഓൾസോ പ്രിസൈസ് ലൈക്ക് ദിസ്. പ്രിസിഷൻ എന്ന് പറയും ഇതിന്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കുറച്ച് എന്ന് പറഞ്ഞാൽ ഇത് കറങ്ങി ഇവിടെ എത്തുമ്പോൾ, ഇതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിലെത്തുമ്പോൾ ആംഗുലാർ മൊമെൻറ്റം ദേ ഇങ്ങനെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റം ദേ വിൽ ബി റൊട്ടേറ്റിംഗ് ലൈക്ക് ദാറ്റ് അറ്റ് എനി ടൈം. ഇങ്ങനെ കണ്ടോ, ആംഗുലാർ മൊമെൻറ്റം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇറ്റ്സ് റൊട്ടേറ്റിംഗ്, ഇറ്റ്സ് നോട്ട് കോൺസ്റ്റൻറ്റ്, ഇറ്റ്സ് റൊട്ടേറ്റിംഗ്. ഇത് റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ എബൌട്ടോ ആംഗുലാർ മൊമെൻറ്റം ഉണ്ടോ? ഉണ്ട്. ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. കാരണം R ക്രോസ് P എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. ഇത് കണ്ടോ, ഇവിടുത്തെ ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് ഓ ഉണ്ടല്ലോ. ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് ഓ, ഇറ്റ്സ് നോട്ട് റൊട്ടേറ്റിംഗ്, ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്, കോൺസ്റ്റൻറ്റ്. But here angular momentum, now it is like that. Later on it will rotate like this. Rotates. What makes the angular momentum rotate? Torque. When there is a torque, angular momentum can change with the time. Here angular momentum magnitude variable ആയിരിക്കില്ല, പക്ഷേ ഡയറക്ഷൻ വേരിയബിൾ ആയിരിക്കും. ഇവിടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. It won't change with the time. That's what. Here is the answer. See, it's a very interesting question. ഇത് ബേസ് ചെയ്ത് പല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Try to learn it. It's very interesting. Next question. നോക്കൂ. നോക്കൂ കുട്ടികളെ. Imagine a light planet revolving around a very massive star in circular orbit of radius r with the period of revolution t. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, period of revolution t ആണ്. If the gravitational force of attraction between the planet and star is proportional to r to the power, നോക്കൂ, r to the power -5/2. ആക്ച്വലി നമുക്കറിയാവുന്ന ഫോഴ്സ് നോക്കൂ, നമുക്കറിയാവുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു r² ആണ്. ഇതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, the force which we know is directly proposed to r to the power this one. This is what Newton's law.
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പക്ഷേ ഇവർ പറയുന്നത് അങ്ങനെയല്ല. തിങ്ക് അബൌട്ട് എ ഹൈപ്പോത്തറ്റിക്കൽ ഫോഴ്സ് വിച്ച് വേരീസ് ഇൻ ദിസ് ഫാഷൻ. എന്ന് പറഞ്ഞാൽ യു ഇമാജിൻ ദാറ്റ് ദ ഫോഴ്സ് ഈസ് വേരിയിങ് ലൈക്ക് ദിസ്. ഞാൻ ഇതിനെ n എന്ന് വിളിക്കാം കേട്ടോ. ഒരു ജനറൽ ഇക്വേഷൻ ഞാൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. r to the power n - n ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ വേരി ചെയ്യുന്ന ഫോഴ്സ് നമ്മുടെ n 2 ആണ് കേട്ടോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലെ n എന്ന് പറഞ്ഞാൽ 2 ആണ്. r ഡയറക്ട്ലി പ്രൊപ്പോസ് ടു r to the n. അതിന് n r to the -2 ആണ്. പക്ഷേ ഇവിടെ n ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ളൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സ് ഫീൽഡിൽ കറങ്ങുന്ന ഒരു സാറ്റലൈറ്റാണ് എന്തുവാ സംഭവം? പ്ലാനറ്റ്. ഓക്കെ, പ്ലാനറ്റിന് ടൈം പീരീഡ് എത്ര, ആംഗുലാർ ഫ്രീക്വൻസി എത്ര, വെലോസിറ്റി എങ്ങനെ വേരി ചെയ്യുന്നു, ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ ഫോഴ്സിനെ ഇങ്ങനെ എഴുതുക. സി F ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് k r to the power n. ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. 5/2 ഞാൻ n എന്ന് വിളിക്കുന്നു തൽക്കാലം, r to the power n. ഇനി ഈ ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ടൈം പീരീഡിനെ കുറിച്ചല്ലേ വേണ്ടത്. അപ്പം ഞാൻ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ mv²/r എന്ന് എഴുതുന്നില്ല, mr², mr². ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ r ആണ് എടുത്ത്, ഞാൻ സ്മോൾ ലെറ്റർ r എടുത്തു എന്നേ ഉള്ളൂ. ഇനിയും r കൂടി ഇങ്ങോട്ട് വരട്ടെ കുട്ടികളെ. അപ്പോൾ k / r to the power n + 1 എന്നായി. ഈ r കൂടി ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ ഓൾറെഡി ഒരു m ഉണ്ട്. ω² എന്നുള്ളത് 2π/t എന്ന് എഴുതാം. അപ്പോൾ 4π², സ്ക്വയർ ചെയ്യുമ്പം /t². ഇതിൽ നോക്കൂ, k കോൺസ്റ്റൻ്റ് ആണ്, m കോൺസ്റ്റൻ്റ് ആണ്, 4π² എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം t² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r to the power n + 1 എന്ന് പറയാം. t² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു r to the power n + 1, അല്ലെങ്കിൽ t ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു r to the power n + 1/2 എന്ന് പറയാം. ഇവിടെ t² എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന്, നമ്മുടെ n എന്താണ്, our n ഈസ് ഈക്വൽ ടു 5/2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? t² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു r to the power 5/2 + 1 എന്ന് പറഞ്ഞാൽ t² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു r to the power 7/2 എന്ന് കിട്ടും. അപ്പം ആ t² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു r to the power 7/2. ഹിയർ ഇറ്റ് ഈസ്. ഓക്കെ, ടൈം പീരീഡ് വേരീസ് ദാറ്റ് വേ. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, ഇത് നോക്കി. എ ബ്ലോക്ക് പി ഓഫ് മാസ് m ഈസ് പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ ഫ്രിക്ഷൻലെസ് പ്ലെയിൻ. ദിസ് വൺ. ഇവിടെ ഫ്രിക്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. ഇല്ല എങ്കിൽ ഇത് ഓസിലേറ്റ് ചെയ്യില്ലല്ലോ, സ്ലിപ്പിംഗ് സംഭവിക്കും ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ. ഓക്കെ, എ സെക്കൻഡ് ബ്ലോക്ക് ഓഫ് മാസ് m ഈസ് പ്ലേസ്ഡ് ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ സ്പ്രിംഗ് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് k. Then two blocks are pulled by a distance a, amplitude a. Pulled by a, block Q oscillate without slipping. എന്ന് പറഞ്ഞാൽ there must be friction. Static friction is there in between that without slipping. What is the maximum value of frictional force between the two blocks? ഇത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ ഫ്രിക്ഷൻ ആയിരിക്കില്ല. മീൻ പൊസിഷൻ എത്തുമ്പോൾ ഫ്രിക്ഷൻ 0 ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നത് എക്സ്ട്രീമിലായിരിക്കും. കാരണം എക്സ്ട്രീമിലാണ് ഏറ്റവും കൂടുതൽ ആക്സലറേഷൻ. മോർ ദ ആക്സലേഷൻ, മോർ ദ ഫോഴ്സ്. ഇതിനെ ഓസിലേറ്റ് ചെയ്യിക്കുന്ന ഫോഴ്സ്, ഇത് ഈ അപ്പർ ബ്ലോക്കിനെ ഓസിലേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? നെറ്റ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് സ്പ്രിംഗ് ഫോഴ്സ്. ഓക്കെ, ഈ ബ്ലോക്കിൽ ഫ്രിക്ഷനും ഉണ്ടാവും, സ്പ്രിംഗ് ഫോഴ്സ് kx ഉണ്ടാവും. അതിൻ്റെ നെറ്റാണ് ഇതിനെ ഓസിലേറ്റ് ചെയ്യുന്നത്. ഈ ബ്ലോക്കിനെ ഓസിലേറ്റ് ചെയ്യുന്ന ഓൺലി ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ദർ ഇസ് നോ അതർ ഫോഴ്സ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഇതിൻ്റെ മാസ് m ആണെന്നും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഫോർ ദ ടൈം ബീയിങ്, let me show this way, static frictional force like that. അതിൻ്റെ ആക്സലറേഷൻ ഈ ടൈമിൽ ഇതിൻ്റെ ആക്സലറേഷൻ a ആയിക്കോട്ടെ കുട്ടികളെ. a is the acceleration. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഇൻ മീൻ പൊസിഷൻ, ഇറ്റ് ഈസ് സംവെയർ എൽസ്. നോട്ട് ഇൻ മീൻ, മേ ബി നോട്ട് ഇൻ എക്സ്ട്രീം, ഇറ്റ് ഈസ് സംവെയർ ഇൻ ബിറ്റ്വീൻ. അപ്പം ന്യൂട്ടൻ്റെ ലോ F ഈസ് ഈക്വൽ ടു ma എന്ന് ഞാൻ എഴുതാൻ പോവുക. സി F ഇതിലെ ഫോഴ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. F ഈസ് ഈക്വൽ ടു അതിൻ്റെ മാസ് അതിൻ്റെ ആക്സലറേഷൻ. Now, its acceleration is not constant. Its acceleration varies. When does it have maximum acceleration? At extreme. Its acceleration is maximum. അപ്പം ഇതിൻ്റെ മാക്സിമം ഫോഴ്സ് എപ്പോഴാണ് ഉണ്ടാകുക? മാക്സിമം ഫോഴ്സ് ഉണ്ടാകുന്നത് ആക്സലറേഷൻ മാക്സിമം ആകുമ്പോഴാണ്. അതുകൊണ്ട് എഫ് മാക്സ് ഈസ് ഈക്വൽ ടു ma max. ഇനി a max എത്രയാണെന്ന് കണ്ടുപിടിക്കണം. a max എന്ന് പറയുന്നത് നമുക്കറിയാം. വേർ ഷുഡ് ഐ റൈറ്റ്? ഞാൻ അവിടെ എഴുതുന്നില്ല. ഐ ആം നോട്ട് കംഫർട്ടബിൾ ദെയർ. നോക്കൂ, ഇത് താഴോട്ട് പോട്ടെ.
എന്നിട്ട് ഞാൻ ആദ്യമേ എ മാക്സ് കണ്ടുപിടിക്കുക. എ മാക്സ് എന്ന് പറയുന്നത് എ ഒമേഗ സ്ക്വയർ. എ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു എ ഒമേഗ സ്ക്വയർ ആണ്. എ ഒമേഗ സ്ക്വയർ ദാറ്റ് ഇസ് എ മാക്സിമം ആക്സലറേഷൻ. ഓക്കെ, ഇനി ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് കെ ബൈ എം ആണ്. റൂട്ട് കെ എന്ന് പറഞ്ഞാൽ സ്പ്രിങ് ബൈ എം എന്ന് പറഞ്ഞാൽ ഓസിലേറ്റ് ചെയ്യുന്ന മാസ്. ഏതോ ഒരു എം അല്ല, ഇത് മാത്രമല്ല ഓസിലേറ്റ് ചെയ്യുന്നത്. നോട്ട് ഓൺലി ദിസ്, ഇത് ഒന്നിച്ചാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് കെ ബൈ എം എന്നല്ല എഴുതേണ്ടത്, റൂട്ട് കെ ബൈ 2m എന്ന് എഴുതണം. ദാറ്റ് ഈസ് ഒമേഗ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ എ മാക്സ് ഈസ് ഈക്വൽ ടു മാക്സിമം ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു എ അതുപോലെ എഴുതി. ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് കെ ഡിവൈഡഡ് ബൈ 2m. ഇതാണ് എ മാക്സ്. ദാറ്റ് ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. അപ്പോൾ എനിക്ക് എന്താ കിട്ടും? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമം വാല്യൂ കിട്ടും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും ഇറ്റ്സ് മാക്സിമം വാല്യൂ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദിസ് ബോഡി എ മാക്സ് ഈസ് ഈക്വൽ ടു എ കെ ഡിവൈഡഡ് ബൈ 2m. എത്ര കിട്ടി? എഫ് മാക്സിമം ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം വെട്ടിപ്പോയി എ കെ ബൈ 2 എന്ന് കിട്ടി. എ കെ ബൈ 2 അങ്ങനെ ഒരു സാധനം ഉണ്ടോ? എ കെ ബൈ 2 ദാറ്റ് ഈസ് വാട്ട് ഹിയർ ഇറ്റ് ഈസ്. μsmg എന്നൊന്നും എഴുതിയേക്കരുത് കേട്ടോ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ എത്തിയോട്ടൊന്നും നമുക്കറിയില്ല. μsmg എന്ന് എല്ലാവരും ചാടിക്കയറി എഴുതും. ഇറ്റ്സ് റോങ്. μsmg നോട്ട് അറ്റ് ഓൾ. ഓക്കെ, എ കെ ബൈ 2 ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഹിയർ ഇറ്റ് ഈസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ കുട്ടികളെ, y xt is equal to 0.8 divided by that function. Read that function please. ഒരു വേവിൻ്റെ ഫംഗ്ഷനാണ്. റെപ്രസെൻറ്റ് മൂവിങ് പൾസ് വെയർ എക്സ് ആൻഡ് വൈ ആർ ഇൻ മീറ്റേഴ്സ് ആൻഡ് ടീസ് ഇൻ സെക്കൻഡ്. ദെൻ ഈ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കണം. പൾസ് ഈസ് മൂവിങ് ഇൻ എക്സ് ഡയറക്ഷൻ, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, അത് ചെക്ക് ചെയ്യണം. 2 സെക്കൻഡ് കഴിയുമ്പം അത് 2.5 മീറ്റർ ട്രാവൽ ചെയ്യും. അതിന് വേവിൻ്റെ വെലോസിറ്റി അറിയണം. വെലോസിറ്റി ഉണ്ടെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുമല്ലോ. ഇറ്റ്സ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദിസ് മച്ച്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിൻ്റെ മാക്സിമം? ഈസ്റ്റ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിൻ്റെ? വേവിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിളാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. പാർട്ടിക്കിളിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നാണ് ചോദ്യം, അല്ലാണ്ട് വേവ് എത്ര ട്രാവൽ ചെയ്തു എന്നല്ല ചോദ്യം. ഇതാ ഇറ്റ്സ് എ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഈ 0.1 ആണോ ചെക്ക് ചെയ്യണം. ഇറ്റ് ഈസ് എ സിമെട്രിക് പൾസ്. അതിന് നിങ്ങളുടെ മാത്സ് ബ്രെയിൻ വേണം. സിമെട്രിക് ആണോ ഇല്ലയോ എന്ന് അറിയാൻ ഫിസിക്സിൻ്റെ ബ്രെയിൻ അല്ല വേണ്ടേ, നിങ്ങളുടെ മാത്സ് ബ്രെയിൻ വർക്ക് ചെയ്യണം. ലെറ്റ് മീ ടെൽ യു വൺ തിങ്. എനി ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ which is in this form, what f of a function y, ഇവിടെ എക്സ് ആൻഡ് ബി എന്ന് ഞാൻ എഴുതുന്നില്ല, y ഒരു വേവ് ആവണമെങ്കിൽ മസ്റ്റ് ബി എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി ഇൻ ദിസ് കോമ്പിനേഷൻ. എ എക്സ് പ്ലസ് ആവാം മൈനസ് ആവാം ബി ടി, എ എക്സ് പ്ലസ് ഓർ മൈനസ് ബി ടി. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടോ? അങ്ങനെയുള്ള ഫംഗ്ഷൻ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും ഇറ്റ് വിൽ ബി എ വേവ്. It will be a wave because it will obey wave equation. Differential equation of wave നിങ്ങൾക്ക് അറിയായിരിക്കും. Differential equation ഈ ഫോമിലുള്ള എല്ലാ ഫംഗ്ഷനും ഒബേ ചെയ്യും. ഇനിയും ചിലപ്പം നിങ്ങൾ ഈ വേവ് എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് അറിയാൻ കോയിഫിഷ്യൻ്റ് എടുക്കുക. ആരുടെ? ടിയുടെയും എക്സിൻ്റെയും കോയിഫിഷ്യൻറ്റിന് ഒരേ സൈൻ ആണെങ്കിൽ വേവ് വിൽ ബി ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. സോറി നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, ലിസൺ ഹിയർ. സെയിം സൈൻ ആരെ? എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിനും ടിയുടെ കോയിഫിഷ്യൻറ്റിൻ്റെയും സൈൻ സെയിം ആണെങ്കിൽ സെയിം സൈൻ SAME സെയിം സൈൻ SIGN ഏത് ഡയറക്ഷൻ? മൈനസ് എക്സ് ഡയറക്ഷൻ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ wave would be traveling in minus x direction like this, minus x direction. ഇനിയും ഓപ്പോസിറ്റ് സൈൻ ആണെന്ന് വിചാരിക്കുക. ഓപ്പോസിറ്റ് സൈൻ ആണെന്ന് വിചാരിക്കുക. വേവ് വുഡ് ബി ട്രാവലിംഗ് ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ പ്ലസ് എക്സ് ഡയറക്ഷൻ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇതിൻ്റെ റീസണൊക്കെ ഉണ്ട്, അത് പറയാനുള്ള സമയം എനിക്കില്ല. ഓക്കെ, ദെൻ ഇവിടെ ഏതാണെന്ന് അറിയണമെങ്കിൽ ടിയുടെ എക്സിൻ്റെയും കോയിഫിഷ്യൻ നോക്കൂ, നമ്മുടെ ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കൂ. ലെറ്റ് us see the function given. അത് ഞാനിവിടെ ഒന്ന് എഴുതാം. ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഹിയർ. തന്നിട്ടുള്ള ഫംഗ്ഷനെ ഞാൻ ഒന്നിവിടെ എഴുതാം. ഇതാ y as a function of x and t is 0.8 divided by 4x plus 5t square plus 5. ഇതാണ് ഫംഗ്ഷൻ. എക്സിൻ്റെയും ടിയുടെയും കോയിഫിഷ്യൻ്റ് നോക്കൂ, ഒരേ സൈൻ അല്ലേ?
therefore pulse is moving in ഒരേ സൈൻ ആണെങ്കിൽ pulse is moving in negative x direction. അപ്പോൾ pulse is moving in positive x direction എന്ന് പറഞ്ഞാൽ തെറ്റാണ്. Wrong it is. ഇനിയും ഇതിൻ്റെ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനൊരു ഫോം ഉണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് ദ വേവ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വെലോസിറ്റി ഓഫ് ദ വേവ് ഈസ് കോയിഫിഷ്യൻ്റ് ഓഫ് ടി ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ b/a. ഇതെങ്ങനെ ഓർത്തിരിക്കണം? കോയിഫിഷ്യൻ്റ് ഓഫ് ടി ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്, ഇങ്ങനെ ഓർത്തിരിക്കുക. അല്ലാണ്ട് b/a എന്നല്ല ഓർത്തിരിക്കട്ടെ. ഈ എക്സിൻ്റെ ടിയുടെ കോയിഫിഷ്യൻ്റ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഡിവൈഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടിയുടെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? ഇവിടെ വെലോസിറ്റി ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. ടിയുടെ കോയിഫിഷ്യൻ്റ് 5, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 4, 5/4, ദാറ്റ്സ് എ വെലോസിറ്റി. പക്ഷേ വെലോസിറ്റി ഇവിടെ ചോദിച്ചിട്ടില്ല. 2 സെക്കൻഡ് കഴിയുമ്പോൾ എത്ര ട്രാവൽ ചെയ്യും? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ വേവ്, ഡിസ്റ്റൻസ് ട്രാവൽ എസ് എന്ന് ഞാൻ എഴുതാം. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ വേവ് ഈസ് വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി എത്രയാ? 5/4. ടൈം എത്രയാ? 2. അപ്പോൾ 5/2 എന്ന് വന്നു, ദാറ്റ് ഈസ് 2.5 മീറ്റർ ഇറ്റ് വിൽ ട്രാവൽ. ഇതാ 2.5 മീറ്റർ. അത് കറക്റ്റാണ്, അത് കറക്റ്റാണ്. ഇറ്റ്സ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഈ 0.16. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ. മാത്സ് ആലോചിച്ച് നോക്കൂ. ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ. ഹൗ വിൽ യു ഫൈൻഡ് മാക്സിമം വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ? ഹിയർ ഈസ് എ സ്ക്വയർ. ലിസൺ ഹിയർ. അപ്പോൾ ഈ സാധനം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ്. അണ്ടർ നോ സിറ്റുവേഷൻ ദിസ് മച്ച് പോർഷൻ ക്യാൻ ബി നെഗറ്റീവ്. അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് എപ്പോഴാണോ മിനിമം ആകുന്നത് അപ്പോഴാണ് ഇത് മാക്സിമം. ഇതിൻ്റെ മിനിമം വാല്യൂ 0 ആണ്, കാരണം സ്ക്വയർ ഉള്ളത് കൊണ്ട്. ഇറ്റ് ക്യാൻ ബി 0 ഓർ പോസിറ്റീവ്. ലിസൺ ഹിയർ, ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ്. ദെയർഫോർ ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ കിട്ടുന്നത് ഈ ഭാഗം ഏറ്റവും കുറയുമ്പോഴാണ്, അത് 0 ആണ്. അപ്പം 0.8/5, 0.8/5 എന്ന് പറഞ്ഞാൽ 0.16. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇതിൻ്റെ വൈയുടെ മാക്സിമം വാല്യൂ സി y max ഈസ് ഈക്വൽ ടു 0.8/5. 0.8/5 എന്ന് പറഞ്ഞാൽ 8 എത്രയായി? 0.16. ദാറ്റ്സ് കറക്റ്റ്. ഇറ്റ്സ് മാക്സിമം വാല്യൂ ഈസ് 0.16. കറക്റ്റ് ഇറ്റ് ഈസ്. നൗ ഇറ്റ്സ് സിമെട്രിക് പൾസ്. ഹൗ വിൽ യു ഫൈൻഡ് ദാറ്റ്? സിമെട്രിക് ആണോ അല്ലയോ? ഈ പൾസ് ഉണ്ടല്ലോ കുട്ടികളെ, ഈ പൾസിൻ്റെ ഷേപ്പ് എന്തോ ആവട്ടെ, ബട്ട് ഇറ്റ് വിൽ ബി എ ട്രാവലിംഗ് പൾസ്. നോ, ലിസൺ ഹിയർ, ഇറ്റ് വിൽ ബി എ ട്രാവലിംഗ് പൾസ്. ഷേപ്പ് എനിക്കറിയില്ല, ഷേപ്പ് എനിക്കറിയില്ല, എന്ത് ഷേപ്പും ആവട്ടെ. ഇതാ, ഇത് t ഈസ് ഈക്വൽ ടു 0യിൽ ഇതിനൊരു ഷേപ്പ് ഉണ്ടാവുമല്ലോ. മേ ബി ലൈക്ക് ദിസ്, ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഒരു ഷേപ്പ് ഉണ്ടാവും t ഈസ് ഈക്വൽ ടു 0. അതേ ഷേപ്പ് ആയിരിക്കും എല്ലാ ടൈമിനും. ഇതിൽ ഷേപ്പ് മാറില്ല, ഷേപ്പ് വിൽ നോട്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ട്രാവലിംഗ് വേവ് വിത്തൗട്ട് ചേഞ്ചിങ് ഷേപ്പ്. ഷേപ്പ് മാറി അതിനെ വേവ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ട്രാവലിംഗ് വേവ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? അപ്പോൾ t ഈസ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷൻ എന്താണോ, അതാ t ഈസ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷൻ്റെ ഷേപ്പ് എന്താണെന്ന് നോക്കൂ. t ഈസ് ഈക്വൽ ടു 0യിൽ എന്താണ് ഈ ഫംഗ്ഷൻ? ലെറ്റ് മീ റൈറ്റ് ഹിയർ. t ഈസ് ഈക്വൽ ടു 0. ഇനീഷ്യലി വാട്ട് ഈസ് ദിസ്? y എപ്പോ at x at time 0 ഈസ് ഈക്വൽ ടു എത്രയാ? 0.8 ഡിവൈഡഡ് ബൈ 4x സ്ക്വയർ, 4x ഹോൾ സ്ക്വയർ പ്ലസ് 5. ഈ ഫംഗ്ഷൻ നിങ്ങൾ നോക്കൂ, ഈവൻ ആണോ ഓഡാണോ? ഈവൻ ആണെങ്കിൽ സിമെട്രിക് ആയിരിക്കും, ഓഡ് ആണെങ്കിൽ സിമെട്രിക് ആയിരിക്കില്ല. വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ഇറ്റ് വോണ്ട് ബി സിമെട്രിക്. യു വാണ്ട് ഇറ്റ് ടു ബി സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ്. What function is symmetric with respect to y-axis? Only even function is symmetric. Odd function is symmetric with respect to origin, not about y-axis. Pulse symmetric ആണെന്ന് പറഞ്ഞാൽ pulse is symmetric with respect to y-axis. At time t is equal to 0 with respect to y-axis. എന്നാണ് അതിൻ്റെ മീനിങ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? is checked like this. How will you check? Here y of x at time 0യും y of minus x അറ്റ് ടൈം 0യും സെയിം അല്ലേ? ഇത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ഇത് സ്ക്വയർ ഉള്ളത് കൊണ്ട് ഒരേ വാല്യൂ അല്ലേ തരുന്നത്? ഒരേ വാല്യൂ ആയതുകൊണ്ട് ഇറ്റ്സ് എ സിമെട്രിക് വേവ് എന്ന് പറഞ്ഞാൽ ഇൻഫാക്ട് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് ചിൽഡ്രൻ. യു ക്യാൻ ഇമാജിൻ ഇതെങ്ങനെ, ഇതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സീ ഹിയർ, like a Gaussian function. Not a Gaussian. It's not a Gaussian. It is almost like a Gaussian traveling in this way fashion. It is traveling in this fashion. എന്ന് പറഞ്ഞാൽ it is a wave traveling like this. This is the wave. Okay? At t is equal to 0യിൽ ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു വേവാണ്. ഓക്കെ, ഇറ്റ്സ് എ സിമെട്രിക് വേവ്. അപ്പോൾ ഇതും കറക്റ്റാണ് കേട്ടോ. ഇറ്റ് ഈസ് സിമെട്രിക് പൾസ്.
സിമെട്രിക്, ഇറ്റ്സ് സിമെട്രിക് പൾസ്. അപ്പം ഇത് മോർ ദാൻ, ഇത് അഡ്വാൻസ് ചോദിച്ചാൽ കേട്ടോ, അഡ്വാൻസ് ചോദിച്ചാൽ, അതുകൊണ്ടാണ് മോർ ദാൻ 1 കറക്റ്റ് ആകുന്നത്. ഇത് മാത്രമേ റോങ് ഉള്ളൂ. ഇറ്റ് ഈസ് വിൽ ട്രാവൽ, ദിസ് ഈസ് കറക്റ്റ്. ഇറ്റ്സ് മാക്സിമം ഡിസ്പ്ലേസ്, ദാറ്റ് ഈസ് കറക്റ്റ്. ഇറ്റ്സ് എ സിമെട്രിക് പൾസ്, ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും മാത്സ് അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പ്രോബ്ലി നിങ്ങളുടെ മാത്സിൽ ഇങ്ങനത്തെ, നിങ്ങളുടെ മാത്സ് എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവാൻ, ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് മാത്സിൻ്റെ ഒരു അധ്യാപകൻ ഇക്ബാൽ സാറാണെന്ന് തോന്നുന്നു, ഇക്ബാൽ സാറ് എന്നോട് ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ മാത്സിൻ്റെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെയാണോ മാത്സിൽ ചോദിക്കുന്നതെന്ന്. ഓക്കെ, ലുക്ക് ഹിയർ. എ റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഇൻ എ ഡയറക്ഷൻ, ദിസ് ഡയറക്ഷൻ, റേ ഓഫ് ലൈറ്റ്. ഇത് നോക്കി, ഇറ്റ്സ് എ യൂണിറ്റ് വെക്ടർ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അതാണ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു യൂണിറ്റ് വെക്ടറാണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഫൈൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ചിൽഡ്രൻ. 1. ഇൻസിഡൻറ്റ് ഓൺ എ പ്ലെയിൻ മിറർ, ഒരു പ്ലെയിൻ മിററിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് ട്രാവൽസ് എലോങ് ദിസ് പാത്ത്. ഇതും ഒരു യൂണിറ്റ് വെക്ടറാണ്, മനസ്സിലാക്കൂ. ഇത് ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ, ഇത് റിഫ്ലക്റ്റഡ് റേയുടെ ആംഗിൾ ബിറ്റ്വീൻ ദ ആംഗിൾ ബിറ്റ്വീൻ ബട്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് പക്കാ മാത്തമെറ്റിക്കലാണ്. ഫിസിക്സിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്. നോക്കൂ, ഇതാണ് നിങ്ങളുടെ മിറർ എന്ന് വിചാരിക്കുക. മിറർ, ലെറ്റ് മീ ഡ്രോ എ ബെറ്റർ ഡയഗ്രാം. ലെറ്റ് ദിസ് ബി ദ മിറർ. ലെറ്റ് ദിസ് ബി ദ മിറർ. യു ഹാവ് ആൻ ഇൻസിഡൻറ്റ് റേ ലൈക്ക് ദിസ്. ഞാൻ ആദ്യമേ ഡോട്ട് ഇട്ട് വരയ്ക്കാം. ഇതാ, ഈ ഡയറക്ഷൻ ഒരു ഇൻസിഡൻറ്റ് റേ വരുന്നു, അത് റിഫ്ലക്റ്റ് ചെയ്ത് ഈ ഡയറക്ഷനിൽ പോകുന്നു. ഇതാണ് നോർമൽ കേട്ടോ, നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇവിടെ നോക്കിയോ നിങ്ങൾ, ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ തന്നിട്ടുണ്ട്. ഇത് ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്ലക്റ്റഡ് റേയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. ഞാൻ ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? ഐ ക്യാപ്പ് എന്ന് വിളിക്കുന്നു. ഐ യൂണിറ്റ് വെക്ടർ ഐ അല്ല, ഐ ക്യാപ്പ്. ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻസിഡൻസ്. ഇതിനെ ആർ ഹാറ്റ് എന്ന് വിളിക്കുന്നു, ആർ ക്യാപ്പ്. കാരണം ഇത് 2 യൂണിറ്റ് വെക്ടറാണ്. ഈ ആംഗിൾ ഐ നോ തീറ്റ, ഈ ആംഗിളും തീറ്റ ആയിരിക്കും. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ സെയിം ആയിരിക്കണം. ഓക്കെ, ഇനി നോക്കൂ, ഇത് യൂണിറ്റ് വെക്ടറാണ്, ഇത് യൂണിറ്റ് വെക്ടറാണ്. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ എന്ത് കിട്ടും? 2 യൂണിറ്റ് വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം കിട്ടും. ആ 2 യൂണിറ്റ് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിളിൻ്റെ കോസൈൻ കിട്ടും. പക്ഷേ ഡോണ്ട് തിങ്ക് ദാറ്റ് 2 θ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദിസ് വെക്ടർ ആൻഡ് ദിസ് വെക്ടർ. ഈ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇതാണ്, ഈ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ ഈ 2 എണ്ണം തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ആംഗിൾ 180 - 2 θ. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ, ഡയറക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഡയറക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ കോസ് ഓഫ് 180 - 2 θ കിട്ടും. 2 θ ഡയറക്റ്റ്, തീറ്റ ഡയറക്റ്റ് കിട്ടില്ല. 180 - 2 θ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. ഞാൻ അങ്ങനെയല്ല, വേറെ രീതിയിൽ പറഞ്ഞുതരാം. ഇതിനെ റിവേഴ്സ് ചെയ്യൂ. ഐനെ റിവേഴ്സ് ചെയ്തിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ കോസ് ഓഫ് 2 θ കിട്ടില്ലേ? ലിസൺ ഹിയർ, ഐ ആം ഗോയിങ് ടു റിവേഴ്സ് ഇറ്റ്. ഇതിനെ ഞാൻ ഈ ആംഗിളിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ദ തിങ്സ് കോംപ്ലിക്കേറ്റഡ്. ഐ ആം റിവേഴ്സിങ് ഇറ്റ്, ദിസ് വൺ ലൈക്ക് ദിസ്. ഇതെന്താണ്? ഇത് ഐ അല്ല, ഇത് -i ആണ്. എന്നിട്ട് ഇതിൻ്റെ 2ൻ്റെ കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് കോസ് ഓഫ് 2 θ കിട്ടും. കോസ് ഓഫ് 2 θ ഡയറക്റ്റ്ലി. അപ്പോൾ കോസ് 2 θ, തീറ്റ അല്ല കേട്ടോ, 2 θ ഈക്വൽ ടു എന്താണ് കുട്ടികളെ? ഐ ഡോട്ട് ആർ എന്നാണോ എഴുതണ്ടേ? ഐ ഡോട്ട് ആർ എന്നാണോ? അല്ല, ഐ ഡോട്ട് ആർ ചെയ്യുകയാണെങ്കിൽ കോസ് ഓഫ് ഈ ആംഗിളേ കിട്ടുള്ളൂ. ഐ ഡോട്ട് ആർ അല്ല ചെയ്യേണ്ടത്, -i ഡോട്ട് ആർ. ഐ റിവേഴ്സ്ഡ് ഐ നോ, ദെർഫോർ ഇറ്റ് ബിക്കേം -i. ഓക്കെ, ഇവിടെയാണ് ഐയും ആറും എന്താണ് നോക്കൂ. ഇതാണ് ഐ, ഇതാണ് ആർ. ഐ ഡോട്ട് ആർ, let us see. Let me write that. Minus is written as it is 1/2 I plus √3 I plus √3 what? J. Is it right? Okay. Dot 1/2 I minus √3 J. ഇതിൻ്റെ ഡോട്ട് എടുക്കുക. ഡോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഹാഫ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/4 ആയി. പിന്നെ ഐ ഡോട്ട് ഐ 1 -3. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ അറിയില്ലേ? കറസ്പോണ്ടിങ് കോയിഫിഷ്യൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് എത്ര കിട്ടി കുട്ടികളെ? ഇത് മൈനസ് ഓഫ് മൈനസ് പോയി, ഇത് 1/2 എന്ന് കിട്ടി. 1/2. അപ്പം കോസ് 2 θ, ലിസൺ, ലെറ്റ് മീ റൈറ്റ്
കോസ് 2θ എന്ന് പറയുന്നത് 1/2 എന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2θ എത്രയാണ്? 60 അല്ലേ? 60. അപ്പോൾ തീറ്റ 30. ഇത് 30, ഇതും 30. നിങ്ങൾക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് വേണ്ടത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30. നിങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് I.R എടുക്കുക. അപ്പം നിങ്ങൾക്ക് കോസ് ഓഫ് ദിസ് ആംഗിൾ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ തീറ്റ കണ്ടുപിടിക്കുക. കോസ് ഓഫ് 180 - 2θ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ തീറ്റ കണ്ടുപിടിക്കുക. യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ, നോ ഡൗട്ട് അറ്റ് ഓൾ. But better think this way. You want the angle between two vectors. Okay? For that, you reverse it and take the dot product such that you will get 2θ directly. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഈ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. കാണുമ്പം ഒരു വലിയ എന്തോ സംഭവം തോന്നും. ഒന്നുമല്ല. നോക്കൂ. എ ലൈറ്റ് ബീം ഈസ് ട്രാവലിംഗ് ഫ്രം റീജിയൻ 1 to റീജിയൻ ഏതാണ്? 4. ഇത് 1, 2, 3, 4 റീജിയനിലേക്ക് പോകുന്നു. Refractive index in region 1, 2, 3 are given. ഇത് N0, N0/2, N0/6, N0. ഓരോ റീജിയൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്നിട്ട് ഇത് പാരലൽ സ്ലാബായിട്ട് കരുതിയാൽ മതി കുട്ടികളെ. പാരലൽ സ്ലാബ്. പാരലൽ സ്ലാബിലെ റിഫ്രാക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. യു മൈറ്റ് ഓൾറെഡി ഹാവ് നോൺ ദാറ്റ്. പാരലൽ സ്ലാബ്, വാട്ട്? റിഫ്രാക്ഷൻ ത്രൂ പാരലൽ സ്ലാബ്. കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, ദ ഇക്വേഷൻ. ഐ നീഡ് ഇറ്റ്. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് തീറ്റ ഫോർ വിച്ച് ബീം ജസ്റ്റ് മിസ്സസ് എൻറ്ററിങ് ഫോർത്ത്. ഇവിടുന്ന് ബീം വരികയാണ്, ബെൻഡ് ചെയ്യുന്നു. എങ്ങോട്ട് ബെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എവേ ഫ്രം ദ നോർമൽ. കാരണം ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. എവേ ഫ്രം ദ നോർമൽ. ഇതിൽ എൻ്റർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റ് മീ ഡ്രോ ഇറ്റ്. ഓക്കെ, ലെറ്റ് മീ ഡ്രോ. ദിസ് ഈസ് വൺ ലൈറ്റ് റേ. ഇറ്റ് ബെൻഡ്സ്. ഇങ്ങനെ പോകേണ്ടത് കുറച്ചുകൂടെ ബെൻഡ് ചെയ്തു, കുറച്ച് ബെൻഡ് ചെയ്തു, ലൈക്ക് ദിസ്. ഇത് വീണ്ടും ബെൻഡ് ചെയ്തു, കണ്ടോ, ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡ്രോ ഹിയർ. ഓക്കെ, ഇനി ഇവിടെ എത്തിയപ്പോൾ I am not happy with my diagram. Let me redraw it. Look here. അത്ര തിക്കായിട്ട് ഞാൻ വരയ്ക്കുന്നില്ല. നോക്കൂ കുട്ടികളെ, ഇതൊരു ഇവിടുന്ന് ലിറ്റിൽ ബെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ബെൻഡ് ചെയ്തു ലിറ്റിൽ. ഇവിടുന്നും ലിറ്റിൽ ബെൻഡ് ചെയ്തു. ബെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ബെൻഡ് ചെയ്തില്ല എന്ന് വിചാരിക്കും. ബെൻഡ് ചെയ്തിട്ടുണ്ട്. Again and again I am telling. It has bent. Okay? ആണ് ഈ ബൗണ്ടറി നോക്കൂ നിങ്ങൾ. എന്ന് പറഞ്ഞാൽ 4th കയറാൻ പാടില്ല. അതിൻ്റെ മിനിമം കണ്ടീഷൻ എന്താണ്? അവിടെ ഗ്രേസിങ് ആയിരിക്കണം. ഗ്രേസിങ് എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് ലൈറ്റ് റേ ഇങ്ങനെ പോകണം. റിഫ്രാക്ഷൻ ഞാൻ ഇവിടെ മാത്രം വരയ്ക്കാം കേട്ടോ. ഇത് മാത്രം വരയ്ക്കാം. ലാസ്റ്റ് വൺ ഇത് മാത്രം വരയ്ക്കാം. ഇത് ഈ പോർഷൻ മാത്രം. ഇതാണ് ബൗണ്ടറി. സംതിങ് ഈസ് റോങ്. ലുക്ക്, ഇതാണ് ബൗണ്ടറി. ലൈറ്റ് റേ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എൻ്റർ ചെയ്യാൻ പാടില്ല. ഇത് 4th 1, ഇത് 3rd 1 കേട്ടോ. ഇവിടെ എൻ്റർ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേ ഷുഡ് ഗോ ലൈക്ക് ദാറ്റ്. എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 90 ആയിരിക്കണം. ദാറ്റ്സ് എ കണ്ടീഷൻ. അങ്ങനെയെങ്കിൽ ഈ റിലേഷൻ ഏതാണ്? നിങ്ങൾക്കറിയാം, പാരലൽ സ്ലാബിലെ റിഫ്രാക്ഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് n sin theta ഈസ് എ കോൺസ്റ്റൻറ്റ്. നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇതെല്ലാവരും പറഞ്ഞു തരുന്ന ഇക്വേഷൻ. n sin theta കോൺസ്റ്റൻറ്റ്. നിങ്ങൾ ഇവിടെ n sin theta must be equal to n sin theta here. എവിടെ വേണേലും അപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ സ്നെൽസ് ലോ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുക, ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോവാം. അപ്പോൾ A is equal to B, B is equal to C, C is equal to D ആണെങ്കിൽ A is equal to D എന്ന് പറഞ്ഞുകൂടെ? A is equal to B സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ A is equal to B, B is equal to C, C is equal to D ആണെങ്കിൽ A is equal to D എന്ന് പറഞ്ഞുകൂടെ? അപ്പം n sin theta ഇവിടെയും ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലുക്ക്, n ഇവിടെ എന്താ? n0 sin theta. ഓക്കെ, sin theta അവിടുത്തെ തീറ്റയാണ്. തീറ്റ ഈക്വൽ ടു ഇവിടെ ഈ റീജിയനിൽ ഇവിടെ വാട്ട് ഈസ് ദാറ്റ്? n0/8 sin theta sin 90. കണ്ടോ, അവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ആണ്. sin 90. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രത്യേകം n0 വെട്ടിക്കളയൂ. തീറ്റ ഈസ് ഈക്വൽ ടു സിമ്പിളി നിങ്ങൾക്ക് sin ഇൻവേഴ്സ് 1/8 എന്ന് കിട്ടി. തീറ്റ ഈസ് ഈക്വൽ ടു sin ഇൻവേഴ്സ് 1/8. Theta is equal to sin inverse 1/8. Here it is. യൂഷ്വലി ചോദിക്കുന്നതാണ് കേട്ടോ. ഇത് ബേസ് ചെയ്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കണ്ടിന്യൂസ്ലി വേരിയബിൾ ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ടുള്ള മീഡിയത്തിൽ കൂടെ ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പം അതിൻ്റെ പാത്തിൻ്റെ ഇക്വേഷൻ ചിലപ്പോൾ ചോദിക്കും. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനിയും അടുത്ത ഒരു ക്വസ്റ്റ്യനോടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കി, An observer can see through a pinhole. See, ഇതൊരു പിൻഹോളാണ്. ഒരു ഒബ്സർവറിന് ഈ പിൻഹോളിൽ കൂടെ കാണാം. എന്ത് കാണാം?
pinhole at the top end with a rod of height h. Top end of the rod, ഇതാണ് ഒബ്സർവർ കേട്ടോ, ഒബ്സർവർ ഇതാ ഒബ്സർവർ, ഇത് ഒബ്സർവറിൻ്റെ കണ്ണിത്. അയാൾക്ക് ഈ റോഡിൻ്റെ ടോപ്പ് എൻഡ് മാത്രമേ കാണാൻ പറ്റൂ, ബോട്ടം കാണാൻ പറ്റില്ല. കാരണം എന്താ, ടോപ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ മാത്രമാണ് അയാളുടെ കണ്ണിൽ പതിക്കുന്നത്. അയാൾക്ക് ടോപ്പ് എൻഡ് ഏതെങ്കിലും ഒരു വസ്തു കാണാനുള്ള കണ്ടീഷൻ എന്താണ് കുട്ടികളെ, ആ വസ്തുവും അല്ലെങ്കിൽ ആ ടോപ്പ് എൻഡും നോക്കിക്കേ, ഈ ഹോളും ഇയാളുടെ കണ്ണും ഒരേ ലൈനിലായിരിക്കണം. ദാറ്റ് മസ്റ്റ് ബി ദെയർ. നിങ്ങളൊരു ഹോളിൽ കൂടി ഒരു വസ്തുവിനെ നോക്കിയാന്ന് വിചാരിക്കുക. ഇഫ് യു ക്യാൻ സീ ദാറ്റ്, ഇറ്റ് മീൻസ് ദാറ്റ് പർട്ടിക്കുലർ ഒബ്ജക്റ്റ്, ഹോൾ ആൻഡ് യുവർ ഐ, all these three are in the same straight line. Otherwise you may not be able to see. Okay, this man can see this point, means this point, hole, his eye, pupil of his eye, the pupil of his eye, all these things are in the same straight line. Okay, ഇനി എന്താണ് എന്ന് പറഞ്ഞാൽ ബോട്ടം കാണാൻ പറ്റുമോ? ഇപ്പോൾ ഇല്ല. കാരണം എന്താണെന്ന് ഞാൻ പറയാം. സി ബോട്ടത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ നോക്കൂ, ബോട്ടത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ നോക്കൂ, അദ്ദേഹത്തിൻ്റെ കണ്ണിനെ മിസ് ചെയ്യുക. കണ്ടോ, ഈ ലൈറ്റ് റേ നോക്കൂ, ബോട്ടത്തിൽ നിന്ന് ഹോളിലൂടെ പോകുന്ന ലൈറ്റ് റേ കണ്ണിൻ്റെ പ്യൂപ്പിളിൽ കയറുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ബോട്ടം അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല. ഹി കനോട്ട് സീ ബോട്ടം നൗ. ബട്ട് ഈസ് ദർ എനി വേ ഓഫ് സീയിങ് ദ ബോട്ടം വെൻ ദ ബീക്കർ ഈസ് ഫിൽഡ് വിത്ത് ലിക്വിഡ് അപ് ടു ഹൈറ്റ് 2h? കണ്ടോ, ഇത് മൊത്തത്തിൽ 3h ആ, 2h വരെ നമ്മൾ ഫില്ല് ചെയ്യുന്നു. ലൈക്ക് ദിസ്. ലെറ്റ് മീ ഷോ യു ദാറ്റ്. ഓക്കെ, ടൈം ഈസ് ദെയർ, ദെയർഫോർ ലെറ്റ് മീ ഡ്രോ എ നീറ്റ് ഡയഗ്രാം. 2h വരെ ഇങ്ങനെ നോക്കൂ, നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്തു. എന്ത് ഫില്ല് ചെയ്തു? 2h ഹൈറ്റ് വരെ, 2h ഹൈറ്റ് വരെ ഫില്ല് ചെയ്ത് എന്താണ്? ലിക്വിഡ് ഫില്ല് ചെയ്തു. ലിക്വിഡ്, ലെറ്റ് മീ പുട്ട് എ ലിക്വിഡ് ഓൾസോ ദെയർ. ഹിയർ ഇറ്റ് ഈസ്, സം ലിക്വിഡ് ഈസ് ഫിൽഡ് ലൈക്ക് ദിസ്. Then what happened? Then beaker is filled with a liquid to a height 2h. He can see the lower end of the rod. ഇപ്പോൾ അപ്പർ എൻഡ് കാണാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? അപ്പർ എൻഡ് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം അപ്പർ എൻഡിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ, ഇതാ ഈ ലൈറ്റ് റേ, ഈ ലൈറ്റ് റേ ആലോചിച്ച് നോക്കി, ഈ ലൈറ്റ് റേ ഇവിടുന്ന് റിഫ്രാക്റ്റ് ചെയ്യും. കണ്ടോ, ഇങ്ങനെ റിഫ്രാക്റ്റ് ചെയ്ത് പോകും. ദാറ്റ് വിൽ നോട്ട് എൻ്റർ ഹിസ് ഐസ്, ദെയർഫോർ ഹി കനോട്ട് സീ അപ്പർ എൻഡ്, ബട്ട് ഹി ക്യാൻ സീ ലോവർ എൻഡ്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഹൗ ക്യാൻ ഹി സീ ദ ലോവർ എൻഡ്? ലോവർ എൻഡ് കാണണമെങ്കിൽ ലോവർ എൻഡിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ, ലോവർ എൻഡിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ഈ പാത്തിൽ പോകണം. കാരണം ദിസ് ഈസ് ദ ഓൺലി പാത്ത് ഹി ക്യാൻ സീ. ലോവർ എൻഡിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ഇവിടെ വന്ന് റിഫ്രാക്റ്റ് ചെയ്ത് ഈ പാത്തിൽ പോകണം. അപ്പോൾ ലെറ്റ് മീ ഡ്രോ ദാറ്റ്. ലോവർ എൻഡിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് റേ എടുക്കുക. ഇതാ ലോവർ എൻഡിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ, ഇതാ ഈ പാത്തിൽ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ കണ്ണിലെത്തി. അതുകൊണ്ട് ലോവർ എൻഡ് ഇപ്പം ഇദ്ദേഹം കാണുന്നത് അപ്പർ എൻഡിൻ്റെ സ്ഥാനത്ത് ലോവർ എൻഡ് കാണും. ലോവർ എൻഡ് റേസ്ഡ് ആയിട്ട് തോന്നിക്കും. സീ, ഹി വിൽ സീ ദാറ്റ് ലോവർ എൻഡ് റേസ്ഡ്, ഹി ക്യാൻ സീ ദാറ്റ്. ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ ഫിസിക്സ്. ഇനിയും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നു, അവിടെ ഒരു നോർമൽ വരയ്ക്കുന്നു. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, ഇതൊരു ഇത്രയും കാര്യങ്ങൾ, ഇത്രയും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്രയും ആലോചിച്ച് നോക്കിയേ, ഇതൊരു സ്ക്വയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം ഇത് മൊത്തത്തിൽ 3h ആണ്. സിഗിയ 3h ആണ്. ഇത് h പോയാൽ ഇത് 2h ആണ്. ഇതിൻ്റെ ഡയമീറ്ററും നോക്കൂ 2h ആണ്. ഇതൊരു സ്ക്വയർ ആണ് എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N, ഇത് എയർ ആണ്, എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. എന്താ? n sin I ഈസ് ഈക്വൽ ടു 1 sin R. ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. n sin I, n refractive index of liquid into sine of the angle of incidence, sine of angle of incidence, sin I equal to 1 sin R. ഇനി sin I യും sin R ഉം ജോമെട്രിക്കലി കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ? ഹൗ ടു ഫൈൻഡ് sin I ആൻഡ് sin R? ലുക്ക് അറ്റ് ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ നോക്കൂ നിങ്ങൾ, ഈ ട്രയാങ്കിൾ നോക്കൂ. അതിൽ നിന്ന് sin I കിട്ടണമെങ്കിൽ ഓപ്പോസിറ്റ് h ആണ്, ബൈ ഹൈപ്പോട്ടനിയസ് ഇത് 2h അല്ലേ? ഈ ട്രയാങ്കിൾ നിങ്ങൾ നോക്കൂ. ഞാൻ സെപ്പറേറ്റ് ഇവിടെ വരയ്ക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് h ആണെന്നും ഇത് 2h ആണെന്നും ജോമെട്രി പറയുന്നു. അപ്പോൾ ഇത് √5h ആണ്. ഇതാണ് I. അപ്പോൾ sin I എന്ന് പറയുന്നത് h ബൈ √5h. അപ്പോൾ n ഇൻറ്റു h ബൈ √5h ഈക്വൽ ടു 1 ഇൻറ്റു sin R. sin R നോക്കൂ, ഈ ട്രയാങ്കിളിൽ നിന്ന് സിമ്പിളായിട്ട് sin R പറയാം. ഈ ട്രയാങ്കിൾ ഞാൻ റീഡ്രോ ചെയ്യണോ? സി ഹിയർ, ഈ ട്രയാങ്കിൾ ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ്രോ ചെയ്യാം.
ഇത് എച്ച് ആണ് ജിയോമെട്രി പ്രകാരം, ഇത് എച്ച് ആണ്, ഇത് √2 എച്ച് ആണ്, ഇതാണ് ആറ്. അപ്പോൾ സൈൻ ആർ എന്ന് പറഞ്ഞാൽ എച്ച് ബൈ √2 എച്ച്, എച്ച് ബൈ √2 എച്ച്. എച്ച് എല്ലായിടത്തു നിന്നും വെട്ടിക്കള കുട്ടികളെ, എല്ലായിടത്തും എച്ച് ഉണ്ട്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? √5 അങ്ങോട്ട് പോട്ടെ, √5/2, 5/2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു √5/2. അങ്ങനെ ഉണ്ടോ? ഹിയർ ഇറ്റ് ഈസ്. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ജെയ് മെയിൻ്റെ സെക്കൻഡ് ഫേസ് തുടങ്ങുകയായി. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുക, ബേസിക് ലെവലിൽ ചിന്തിക്കുക, ഒന്നും ബൈഹാർട്ട് ചെയ്ത് സമയം കളയരുത്. ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് തന്നെ ഫിസിക്സ് ടാക്കിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. വി വിൽ മീറ്റ് again very soon. Thank you.